നമ്മളൊക്കെ ജീവിതത്തിലുടനീളം ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്, പടച്ച റബ്ബേ, ഞങ്ങൾ വിവാഹം കഴിച്ച ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങൾക്ക് ലഭിച്ച സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ, ഞങ്ങൾക്ക് സന്തോഷം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. എങ്കിലത് കിട്ടാനുള്ള മാർഗം എന്താണ്? കുടുംബജീവിതത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമ്മളൊന്ന് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫുർഖാനിലെ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന സവിശേഷ ഗുണങ്ങളുള്ള അടിമകൾ, അവരുടെ ഒരു ഗുണമാണ് അവരെപ്പോഴും ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സന്തോഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് പഠിക്കാത്തവരോ അറിയാത്തവരോ ഒന്നുമല്ല നമ്മൾ. എന്നാൽ ഇതെന്താ ഇതിൻ്റെ കഴമ്പെന്നറിയില്ല. വല്ലദീന യഖൂലൂന, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ, ഞങ്ങളുടെ ഇണകളിലൂടെ ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ അല്ലാ, ഖുർറത അയുൻ നൽകണം അല്ലാ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി നേതാക്കന്മാരാക്കി മാറ്റണേ. ഇതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. അനിർവചനീയമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ് ഇത്. ഈ ഒരു പ്രാർത്ഥനയിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്. അല്ലാ, ഞങ്ങൾക്ക് ഇണകളിലൂടെ സന്താനങ്ങളിലൂടെ ഒരു സുഖം, ഒരു കൺകുളിർമ, ഒരാശ്വാസം നൽകണേ. രണ്ടാമത്, അല്ലാ, ഞങ്ങളെയൊക്കെ സൂക്ഷ്മാലുക്കളായ നല്ല മുത്തഖീങ്ങൾക്കൊരു മാതൃകയാക്കുന്ന സ്വഭാവത്തിൻ്റെ ആളുകളാക്കി മാറ്റണേ. ഈ പ്രാർത്ഥന ഖുർആൻ എടുത്തു പറയാം. എന്നിട്ട് അല്ലാഹു തആല ഈ മഹാഗുണങ്ങളുള്ള മനുഷ്യരെ പറ്റി പറഞ്ഞു. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയതൻ വസലാമാ. അവർ സഹിച്ചതിൻ്റെ, ക്ഷമിച്ചതിൻ്റെ ഭാഗമായി അവർക്ക് നാം സ്വർഗത്തിൽ ഒരു മാളിക നൽകുന്നതാണ്. ഖാലിദീന ഫീഹാ, അവർ സ്വർഗത്തിൽ ശാശ്വത സുഖം അനുഭവിക്കുന്നവരാണ്. ഹസ്നത മുസ്തഖറം വ മുഖാമാ, എത്ര നല്ല സങ്കേതമാണ്, എത്ര നല്ല സുഖമുള്ള കേന്ദ്രമാണ് ആ സ്വർഗം. ഈ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഗുണമുണ്ട്. ഇണകളിലൂടെ, തൻ്റെ ഇണകളിലൂടെ, ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ കൺകുളിർമയുണ്ടാകണേ എന്നാ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അത് പ്രാർത്ഥന കൊണ്ട് മാത്രമില്ല, അതിനുള്ളൊരു പണിയെടുക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രം അത് ശരിയായി വരൂല. അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥനകൾക്ക് അനുസരിച്ച് മാറ്റം വരുത്തണം. ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ബന്ധമാണ് വിവാഹബന്ധം. അയൽപക്ക ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്, രക്തബന്ധമുണ്ട്, പലതുണ്ടല്ലോ. ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് ദാമ്പത്യ ജീവിതം എന്ന ആ ബന്ധമുണ്ടല്ലോ. നന്മയുടെ വിളനിലമായി കൊണ്ടുള്ള ബന്ധമാണ്. വ്യത്യസ്തങ്ങളായ രണ്ട് വീടുകളിൽ, രണ്ട് കുടുംബങ്ങളിൽ താമസിക്കുന്ന രണ്ടാളുകൾ ദാമ്പത്യത്തിലൂടെ വിശാലമായ കുടുംബ ബന്ധങ്ങളാണ് പിന്നെ സ്ഥാപിക്കുന്നത്. ഇതുവരെ പരിചയമില്ലാത്തൊരു കുടുംബത്തിലെ ബന്ധുവിനെ ഒരാളെ നമ്മൾ വിവാഹം കഴിക്കുന്നതിലൂടെ ആ കുടുംബം മുഴുവൻ നമ്മുടെ കുടുംബമായി മാറുകയാണ്. പുതിയ പുതിയ തലമുറക്ക് ജന്മം കൊടുക്കേണ്ടവർ എന്ന നന്മ നിറഞ്ഞ നിലയിൽ ദാമ്പത്യ ജീവിതം ഒരു തലമുറയെ തന്നെ നന്നാക്കുന്നതിന് തുല്യമാണ്. നന്നായി നല്ലപോലെ ആലോചിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു തലമുറയെ നമ്മൾ നന്നാക്കുകയാണ്. നാട്ടിൽ പിതാവില്ലാത്ത മക്കൾ വളർന്നു വരാൻ പാടില്ല. അവിഹിതങ്ങളിലൂടെ സന്താനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അന്യായങ്ങളിലൂടെ വികാരങ്ങൾ തളർത്തുന്ന, ക്ഷമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വ്യഭിചാരം ഒരു പരിഹാരമല്ല. തൻ്റെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ തീർക്കാൻ എവിടെങ്കിലുമൊക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ? വ്യഭിചാരം പരിഹാരമല്ല. സ്വവർഗരതി ഒരു പരിഹാരമല്ല. നമ്മുടെ നാട്ടിൽ അലമുറ ഇട്ടുകൊണ്ടിരിക്കണം. എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. ഒരാണും ആണും തമ്മിൽ ഒന്നങ്ങോട്ട് ജീവിച്ച എന്താ കുഴപ്പം? നമ്മളെ പോലെയുള്ള മുസ്ലിം കുടുംബം എന്നുള്ള പെൺകുട്ടികളിലെ വന്ന് ഞങ്ങൾ രണ്ടുപേരും പിരിയാൻ കഴിയില്ല, ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് വാദിച്ച് വിവാഹം കഴിച്ചവരെ വാർത്ത നമ്മൾ കേട്ടില്ലേ? ഈ സംഭവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. സ്വവർഗരതി ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിനെ നശിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ വിവാഹരംഗത്തിൽ മറ്റുണ്ടാകുന്ന സ്വയം ഭോഗമാകട്ടെ, അനാവശ്യമായ മറ്റുള്ള ഏത് പ്രവണതകളാവട്ടെ, അതൊന്നൊരു പരിഹാരമല്ല. വിവാഹമാണ് നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഇണയായി മഹത്തായ ദൃഷ്ടാന്തങ്ങളായി പടച്ച റബ്ബ് തന്ന
ഇണയെ സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ചെറുപ്പക്കാരോട്, യുവതികളോട്, യുവാക്കളോട് വിവാഹത്തിന് പ്രേരണ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊതുവെ പറയാറുണ്ട്, അൽ അജലതു മിനശ് ശൈത്താൻ, ധൃതി കാണിക്കുക എന്നത് പൈശാചികമാണ്. വാഹനം എടുത്തു പോകുമ്പോൾ ധൃതി കാണിക്കൽ നല്ലതല്ല, പൈശാചികമാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ വീട്ടിലും മറ്റൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ധൃതി പിടിച്ച പണി ചെയ്യൽ പൈശാചികം. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അപകടം ഭയങ്കരമായിരിക്കും. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചില കാര്യങ്ങളിൽ ധൃതി കാണിക്കണം. അത് നമ്മുടെ നാട്ടിൽ ഒരു ധൃതി ഇല്ലാത്ത കാര്യമാണ്. ഒരു മയ്യത്ത് മരിച്ചാൽ അതിനെ വേഗത്തിൽ മറവ് ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കണം. ആദ്യം പള്ളിക്കുന്ന ഒരാൾ വന്ന് മൂപ്പര വക യാസീനും ഹത്തമൊക്കെ പാടെ കഴിഞ്ഞ് മൂപ്പര് പോയി. മറ്റേ പള്ളിയിൽ നിന്ന് ആൾ വരാണ്ട് ഓല് കുറച്ച് ആൾക്കാരെ കൂട്ടി വരും. പിന്നെ കുറേ കഴിയും, കുളിപ്പിക്കൽ കഴിഞ്ഞു, വരാളൊക്കെ വരവ് കഴിഞ്ഞു, പക്ഷേ വലിയ ഉസ്താദ് വന്നിട്ടില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മയ്യത്തിനെ വൈകിപ്പിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. വേഗത്തിൽ മറവ് ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കണം. പിന്നെയോ കടമുള്ളവർ കടം വീട്ടാൻ ധൃതി കാണിക്കണം. ഇവിടെ ഇപ്പം എന്തുള്ളത്? കടം തന്ന വ്യക്തി കുറ്റക്കാരനാകുന്ന അവസ്ഥയ്ക്കപ്പം പോണത്. 2 ആഴ്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഓൻ്റെ നിസ്കാരം, ഓൻ്റെ താടിയും വേഷമൊക്കെ കണ്ട് പൈസ കൊടുക്കുക. കടം മേടിച്ചാൽ പിന്നെ പള്ളിക്ക് തന്നെ വരില്ല. പിന്നെ ഓനെ തിരഞ്ഞ് നമ്മൾ നടക്കണം. ഇനി നമ്മൾ അവനെ 2 തവണ ഫോൺ വിളിച്ചു എന്ന് വിചാരിച്ചോ, 3ാമത്തെ തവണ അവൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനങ്ങനെ വിളിക്കണം, ഞാനങ്ങോട്ട് തരൂലേ? അതും കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് പിന്നെ കിട്ടൂല. അത് കിട്ടൂല കേട്ടോ. ഇനി പിന്നെയും നമ്മൾ ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ എൻ്റെ ഒരു 2000 കൊണ്ട് ഞാൻ പോകുന്നില്ല എങ്ങായി. പിന്നെ 1 മാസം കഴിഞ്ഞാൽ ഇത് കിട്ടൂല. അപ്പോഴും ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞ് പോവുകയാണ്. ഇത് കടാണ്, ഇത് വീട്ടാനുള്ളതാണ്, ഇത് ഹക്കാണ്, ഇത് കൊടുക്കണമെന്ന് ധൃതി കാണിക്കണം എന്നാണ്. ഇതിങ്ങനെ വൈകിപ്പിക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക, വിളിച്ചാൽ മിണ്ടാതിരിക്കുക, കണ്ടാൽ മാറി നടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞ കടമുള്ളവർ സൂക്ഷിക്കണം, കടബാധ്യതകൾ ശ്രദ്ധിക്കണം. പകൽ മുഴുവൻ മനുഷ്യരെ അസ്വസ്ഥരാക്കുകയും രാത്രിയിൽ ഉറക്കം കെടുത്തുകയും ചെയ്യുന്ന കാര്യമാണ് കടബാധ്യത. അതുകൊണ്ടൊരാൾക്ക് കടമുണ്ടെങ്കിൽ അത് വേഗത്തിൽ വീട്ടാൻ അവർ ധൃതി കാണിക്കണം. അടുത്ത കാര്യം, വിവാഹത്തിന് പ്രായമായ ആണിനെയും പെണ്ണിനെയും വേഗത്തിൽ കല്യാണം കഴിപ്പിക്കാൻ ധൃതി കാണിക്കണം. ഒരു ചെറുപ്പക്കാരൻ ഒക്കെ റെഡിയായി വന്നു എന്ന് വിചാരിക്കുക, കല്യാണം കഴിക്കാൻ റെഡിയായി വന്നാൽ നമ്മൾ എന്താണ് ഇത്ര ധൃതി? നമ്മൾ ഓനെ അടിച്ചിരുത്തി. ഒരു പെൺകുട്ടി 18 കഴിഞ്ഞവൾക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. 18 കഴിഞ്ഞിട്ടുള്ളൂ, ഡിഗ്രി കഴിഞ്ഞിട്ട് പോരെ? നമ്മൾ ചോദിക്കാൻ പറ്റില്ല. വിവാഹത്തിൻ്റെ കാര്യത്തിൽ സാധ്യമാകുന്ന അത്രയും എളുപ്പത്തിൽ അവരെ വിവാഹരംഗത്തേക്ക് കൊണ്ടുവരൽ ധൃതി കാണിക്കേണ്ട വിഷയമാണ്. വന്നെതിറു, എന്തെങ്കിലും കാര്യം നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ചകൾ വീട്ടാൻ ധൃതി കാണിക്കണം. വൽ കഫാറത്തു വൽ ഇസ്തിഗ്ഫാർ, എന്തെങ്കിലും തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ തൗബ ചെയ്ത് പശ്ചാത്തപിക്കാൻ ധൃതി കാണിക്കണം. അടുത്ത റമദാൻ കാത്തുക്കണ്ട. തെറ്റെപ്പോൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടോ ഉടൻ തൗബ ചെയ്യാൻ തയ്യാറായിക്കും. അവിടെയൊക്കെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് ധൃതി കാണിക്കാൻ പഠിച്ചു. എന്തേ കാരണം? വൈവാഹിക ജീവിതം ഒരു സന്തോഷകരമായ ജീവിതഘട്ടമാണ് ഇസ്ലാം കൊണ്ടുവരുന്നത്. ഒരാണിന് അവൻ്റെ ശരീരത്തിൻ്റെ ചൂടും ചൂരും പങ്കുവെക്കാൻ ഒരു ഇണയെ കിട്ടുകയാണ്. ഒരു പെണ്ണിന് അവളുടെ ശരീരവും അവളുടെ മനസ്സും ഒരാൾക്ക് പകുത്തു കൊടുക്കാൻ അല്ലാഹു ഹലാലാക്കി കൊടുക്കുകയാണ്. ആ വിവാഹരംഗത്ത് 2 പേര്, ഭർത്താവും അതുപോലെ തന്നെ വലിയും തമ്മിൽ കൈപിടിച്ച് പറയുന്ന കരാറിനെ പറ്റി ഖുർആൻ പറഞ്ഞത് മീസാഖൻ ഗലീള, ശക്തമായ കരാറാണ്. വെറും വാക്കല്ലത്. ഞാൻ ആ പെൺകുട്ടിയെ മാന്യമായി ഏറ്റെടുക്കാം, നിങ്ങൾ നോക്കിയ പോലെ ഞാൻ നോക്കിക്കോളാം എന്നുള്ളതാണ് അതിൻ്റെ വാക്കിൻ്റെ ധ്വനി. അത് ലംഘിക്കാൻ കഴിയില്ല. മീസാഖൻ ഗലീള, ശക്തമായ കരാറാണ്. എത്ര ഗൗരവതരത്തിലുള്ള വസിയത്തുകളാണ് ആ രംഗം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൻ്റെ നാഴികക്കല്ലായ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാവണം. ഭാര്യയും ഭർത്താവും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിക്ക് പാലിക്കണം. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി അവർ ശ്രദ്ധിക്കാൻ തയ്യാറാവണം. സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പരസ്പരം സന്നദ്ധരാവണം. ഏറ്റവും പ്രധാനമാണ് അവർ പരസ്പരം, ആണും പെണ്ണും ഭാര്യയും ഭർത്താവും നല്ല സ്നേഹം കൈമാറി ജീവിക്കണം. ഇതിൻ്റെ കുറവാണ് വീട്ടിലെ ബഹളത്തിൻ്റെ അടിസ്ഥാന കാരണം. കുടുംബജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ്, സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ്, സന്തോഷം നഷ്ടപ്പെടുമ്പോഴാണ്.
ആ വീട്ടിലെ ഭാര്യയാണെങ്കിൽ ഭാര്യ ഭർത്താവിനാണോ ആ പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവ് അവർ കുഴപ്പക്കാരനായി മാറും. ഇസ്ലാം അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്, സ്നേഹത്തെ നിങ്ങൾ പരിഗണിക്കണം. തസവ്വജുൽ വദൂദൽ വലൂദ്, നല്ല പോലെ സ്നേഹിക്കുന്ന, നന്നായി പ്രസവിക്കുന്നവരെ നിങ്ങൾ വിവാഹം കഴിക്കണം. അത്ര വരെ പഠിപ്പിച്ചു. സ്നേഹം കൈമാറുന്ന, പരസ്പരം നല്ല ഈ ദാമ്പത്യ ജീവിതത്തിന്റെ നെടുന്തൂണായ സ്നേഹം പരസ്പരം ആണിനും പെണ്ണിനും ഉണ്ടാവണം. പരസ്പര സ്നേഹമുള്ള ദമ്പതിമാരുടെ ജീവിതത്തിലുടനീളം ഭയങ്കരമായ സന്തോഷമായിരിക്കും. കാണാതെ ജീവിക്കാൻ കഴിയൂല, ഫോൺ വിളിക്കാതിരിക്കാൻ കഴിയൂല, പരസ്പരം കുറച്ചു ദിവസങ്ങൾ അവർക്ക് നേരം പോലെ മാറി നിൽക്കാൻ കഴിയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യത്തിൽ പഠിപ്പിച്ച മാതൃക കാണാം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ അന്നിസാഉ വത്തീബ്, എനിക്ക് ദുനിയാവിൽ ഏറ്റവും സ്നേഹമുള്ളത് അന്നിസാ, എൻ്റെ ഭാര്യമാരോടാണ്, വത്തീബ്, സുഗന്ധത്തോടാണ്. ദുനിയാവിൽ പലതുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടവും സ്നേഹവും എൻ്റെ ഭാര്യമാരോടാണ്, വത്തീബ്, സുഗന്ധത്തിനോടാണ്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വജുഇല ഖുറത്തു ഐനി ഫിസ്സലാ, എനിക്ക് കൺകുളിർമ എൻ്റെ നമസ്കാരത്തിലാക്കിയിരിക്കുന്നു. നിസ്കരിച്ച ഭയങ്കര കൺകുളിർമയാണ്. എൻ്റെ ഭാര്യമാരടുത്ത് പോകുന്നത് എനിക്ക് സന്തോഷമാണ്, എനിക്ക് സുഗന്ധം ഉപയോഗിക്കുന്നത് ഇഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ കഴിയുമോ, എനിക്കെൻ്റെ ഭാര്യയോട് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, ഞങ്ങൾ അങ്ങേയറ്റത്തെ വളരെയധികം സ്നേഹത്തിൻ്റെ ജീവിതത്തിലാണെന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധ്യമാകാറുണ്ട്? തുടക്കത്തിലൊന്നും കുഴപ്പമില്ല, ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ നമ്മൾ ഭയങ്കര ഉഷാറായിരുന്നു. പിന്നെ മക്കളായി, 1 2 മക്കളായി, ഇന്ന് പേരക്കുട്ടികളും കൂടി ആയതോടുകൂടെ പലപ്പോഴും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പലതിലും ശാരീരിക മാനസിക അവസ്ഥകളിൽ വരെ വെള്ളിച്ചകൾ തകർന്നു വന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഖദീജ ബീവി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രായം ഒരുപക്ഷെ കൂടുതലായിരിക്കാം. ആദ്യമായി വിവാഹം കഴിക്കൽ ഖദീജ ബീവിൻ്റെ 3ാമത്തെ കല്യാണമാണ്. മുമ്പ് നടന്ന കല്യാണത്തിൽ മക്കളുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് 2ാമതൊരു ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല. പിന്നീട് ഭാര്യമാർ 9-ലധികം 10ഓളം ഭാര്യമാര് പിന്നീട് കടന്നു വന്നാലും പിന്നെയും ഇടക്കിടക്ക് പറയാറുണ്ട്, എൻ്റെ ഖദീജ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തേ കാരണം? നമ്മുടെ ഭാര്യമാരെ ചില ചരിത്രങ്ങളെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിൽപ്പെട്ടതാണ് ഖദീജ ബീവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. പേര് ഖദീജ ഇട്ടുകൊണ്ട് കാര്യമല്ല, ഖദീജ ബീവിൻ്റെ ചരിത്രം പഠിക്കുന്ന പെണ്ണാവണം. ഖദീജ ബീവി ഇസ്ലാമികമായി നമ്മൾ ആലോചിച്ച് നോക്കിയ ചരിത്രത്തിൽ കാണുകയാണ്, വിവാഹം കഴിഞ്ഞ അന്നേ ദിവസം വരികയാണ്. അന്നേ ദിവസം ശത്രുക്കളും മുശ്രിക്കീങ്ങളും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഖദീജ, ഈ നാട്ടിൽ സമ്പന്നര്, തറവാടികള്, പൈസക്കാര് വന്നിട്ട് കല്യാണം അന്വേഷിച്ചപ്പോഴൊന്നും സമ്മതിച്ചില്ല. ഈ ദരിദ്രനായ മുഹമ്മദിനെയാണോ നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? മോശമായി പോയി. ഒരു പരിഹാസം. ഭർത്താവിനെ സഹിച്ചില്ല. ഖദീജ ബീവി വീട്ടിനകത്ത് പോയിട്ട് ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു, മക്കാരെ ഇങ്ങോട്ട് വരി. അടുത്തേക്ക് വിളിച്ചതാ, എൻ്റെ സമ്പത്ത് ഞാൻ എൻ്റെ ഭർത്താവിന് കൈമാറുകയാണ്. ഇനി മുതൽ ഞാൻ ദരിദ്രയാണ്. ഈ നിൽക്കുന്ന മനുഷ്യനെ നിങ്ങൾ ഇനി മുതൽ ദരിദ്രനാണെന്ന് വിളിക്കരുത്. നമ്മളൊക്കെ ഒരു അരപ്പൊട്ട് സ്വർണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ മരിക്കോളത്തിന് അതിൻ്റെ അതുകൊണ്ടുള്ള ഷർറത്രേക്കും. ഒരു ചെറിയ സഹായം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ സമ്പത്ത് മുഴുവൻ അങ്ങ് കൊടുത്തിട്ട് തൻ്റെ ഭർത്താവിൻ്റെ അഭിമാനവും അദ്ദേഹത്തിനെ ഒരാൾ ചീത്ത വിളിക്കുന്നത് പോലും സഹിക്കാൻ കഴിയാതെ വന്നു. ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ മുമ്പാണ് ഹിറാ ഗുഹയിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. ആർക്ക്? ഒരു ജോലിയുമില്ല, ഒരു പണിയുമില്ലാതെ വെറുതെ ഇരിക്കുന്ന വലിയ ഉയരമുള്ള 600-700 മീറ്റർ അധികം ഉയരമുള്ള പർവ്വതത്തിന്റെ മുകളിൽ ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുകയാണ് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ. സ്നേഹമാണ് അതിൻ്റെ കാരണം. ആണെങ്കിൽ വന്നോട്ടെ, വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്നായിരുന്നെങ്കിൽ കൊടുക്കുമോ? ഇല്ല, ഞാൻ കൊണ്ടുപോയി കൊടുത്താലേ എൻ്റെ ഭർത്താവിന് ഇഷ്ടാവുള്ളൂ. കൊണ്ടുപോയി കൊടുത്തു. ഒരിക്കലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 600 ചിറകുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്.
വന്നിട്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് ഓതുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. വായിക്കാൻ അറിയില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ആ സംഭവം കഴിഞ്ഞ് അവിടുന്ന് പേടിച്ച് വിറച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന മക്കയിൽ അന്ന് വ്യഭിചാരത്തിന്റെ കേന്ദ്രങ്ങളുണ്ട്, സംഗീതത്തിന്റെ കേന്ദ്രങ്ങളുണ്ട്, ചണ്ടയും മുട്ടും വാദ്യങ്ങളുമുണ്ട്, നർത്തകിമാരുണ്ട്, പല നിലക്കുമുള്ള തോന്നിവാസങ്ങൾ പലതുമുണ്ട്. പക്ഷേ സമാധാനം കിട്ടാൻ അങ്ങോട്ടേക്കൊന്നും പോയില്ല. നേരെ തന്റെ ഭാര്യയിലേക്ക്, അവിടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. നമുക്കൊക്കെ നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഒരു ജീവിതത്തിൽ പ്രശ്നം പറ്റിയാൽ ആദ്യം പോയി നമുക്ക് ഭാര്യനോട് പറയാൻ പറ്റുമോ? പറഞ്ഞ എന്തേക്കും അവസ്ഥ, നിങ്ങൾക്കത് വേണം, അല്ലെങ്കിലേ നിങ്ങൾക്കത് കിട്ടേണ്ടതാണ്. ഖദീജ ബീവിൻ്റെ അടുത്തേക്ക് നേരെ ചെല്ലുകയാണ്. ഖദീജ, ഞാനൊരു വിഷമത്തിലാണ്, എന്നെ ഒന്ന് പുതപ്പിട്ടുതാ, എന്നെ ഒന്ന് മൂടിത്താ എന്ന് പറയുകയാണ്. ഇപ്പോഴും ചോദിച്ചിട്ടില്ല എന്താ പറ്റി, ഇത് പറയാതെ കയറാൻ പറ്റൂല ഒന്നും പറഞ്ഞില്ല. പുതപ്പിട്ട് കൊടുത്തു, വെള്ളം കൊടുത്തു. കുറേ സമയം കഴിഞ്ഞു. ആശ്വാസമായ സമയത്ത് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഈ കാര്യം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഉണ്ടായി. അപ്പം എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ ഇത്രയും സ്ഥലം ഇവിടെ കാലിയായി കിടക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഗുഹൻ്റെ മുകളിൽ പോയി കിടന്ന്? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ലേന്നോ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ പോരെന്നോ? ഈ വർത്താനം ഒന്നും പറഞ്ഞില്ല. ഒറ്റ വർത്താനമാണ് പറഞ്ഞത്. കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. ഇല്ല, ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. അള്ളാഹു നിങ്ങളെ കൈവടിയൂല, അള്ളാഹു നിങ്ങളെ തളർത്തൂല. ഇതിനേക്കാൾ വലിയ സമാധാനം നിങ്ങൾ പേടിക്കണ്ട. കാരണം ഇന്നക ലതസിലു റഹം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാണ്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, ആതിഥ്യ മര്യാദകൾ പാലിക്കുന്നവരാണ്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. അതും കഴിഞ്ഞിട്ട് വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അന്നത്തെ പുരോഹിതൻ, ക്രിസ്തീയ പണ്ഡിതനാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താ പറ്റിയത്? വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഒരു പ്രവാചകനാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ സമാധാനിപ്പിച്ചു വിട്ടു. വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലായി തിരിച്ചു പോന്നു. ഇസ്ലാമിൻ്റെ പ്രബോധനം ആരംഭിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞെങ്കിൽ ഖദീജ ബീവിനെ പറ്റി പറയുന്നത് അവ്വലു മൻ അസ്ലമത്, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. അപ്പോൾ അതും സ്വീകരിച്ചു. വിവാഹ ജീവിതം കഴിഞ്ഞ് 1-2 വർഷങ്ങൾ അങ്ങ് കഴിഞ്ഞ് കുടുംബക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങി, നാട്ടുകാർ എതിർക്കാൻ തുടങ്ങി. മുഹമ്മദിനോടും കുടുംബത്തിനോടും മിണ്ടരുത്, വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, ആരും സംസാരിക്കരുത്, ചിരിക്കരുത്, ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഉപരോധമാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ നാട്ടു ബഹിഷ്കരണം. നേരെ കയറിപ്പോയി ഷഅബ് അബീ ത്വാലിബ് എന്ന കുന്നിൻ്റെ മുകളിലേക്ക്. ആ കുന്നിൻ ചെരുവിൽ താമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട 3 വർഷക്കാലം സമ്പന്നയായിരുന്ന ഖദീജ ബീവി ഒരു കുന്നിൻ്റെ മുകളിൽ ഇല കഴിച്ച് ജീവിക്കേണ്ടി വന്നു. എന്താ പറയണ്ടത്? നിങ്ങളെ കല്യാണം കഴിച്ചത് മുതൽ എൻ്റെ കഷ്ടകാലാണ്. പറഞ്ഞില്ല. ഒരിക്കലും ഒരു വെറുപ്പോടുകൂടെ ഒരു സംസാരമുണ്ടായില്ല. ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്നു. അത് കഴിഞ്ഞ് അവസാനം ഉപരോധം അവസാനിച്ചു. താഴേക്ക് ഇറങ്ങി വന്നു. വീട്ടിൽ പഴയതുപോലെ താമസം ആരംഭിച്ചിരിക്കുമ്പോഴാണ് ഖദീജ ബീവിക്ക് അസുഖം വരുന്നു, പ്രയാസം വരുന്നു, ക്ഷീണം വരുന്നു, രോഗം മൂർച്ഛിക്കുന്നു. നബി തങ്ങൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എൻ്റെ ഭാര്യ മരിക്കുകയാണോ എന്ന് വല്ലാത്ത വിഷമം തോന്നി. ഖദീജ ബീവിൻ്റെ തലക്ക് ചാരയിരുന്നു കൊണ്ട് ഒരു ഭാര്യയുടെ അവസ്ഥയിൽ കടന്ന് ഭർത്താവ് വല്ലാതെ വിഷമിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ ഭാര്യ മരിക്കാണോ തോന്നിയിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പം ഖദീജ ബീവി അവസാന നിമിഷത്തിലും തൻ്റെ നബിനെ ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല ഇണകളെ വേറെ തരും. ഞാൻ മരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല സന്താനങ്ങളെ തരും. നിങ്ങൾ വിഷമിക്കരുത്. നമ്മളൊക്കെ കേട്ടുകണത്, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത്, ഞാൻ മരിച്ചെൻ്റെ കുട്ടികളൊക്കെ നല്ല നോക്കണം കേട്ടോ. ഇത് ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് സംസാരിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ഒറ്റക്കാവൂല, നിങ്ങൾക്ക് പടച്ചോൻ നല്ല ഇണകളെ തരും, നല്ല മക്കളെ തരും. ഈ സമാധാന വാക്കുകൾ കൊടുത്ത ഖദീജ ബീവിനെ കുറിച്ചാണ് ആയിഷ ബീവി പറഞ്ഞത്, എനിക്കിന്ന് വരെ ലോകത്തൊരു പെണ്ണിനോട് അസൂയ തോന്നിയിട്ടില്ല, ഖദീജ ബീവിയോടല്ലാതെ. എന്തേ കാരണം? സ്നേഹം കൊണ്ടാണ് സഹോദരങ്ങളെ. ദാമ്പത്യ ജീവിതത്തിലെ സുഖത്തിന്റെ സന്തോഷത്തിന്റെ മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞത്.
ആ സ്നേഹം എവിടെയുണ്ടോ ആ ദാമ്പത്യ ജീവിതം അങ്ങേയറ്റത്തെ ഊഷ്മളമായ ബന്ധമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സത്യവിശ്വാസികളായി പലരും മുന്നോട്ട് വരുന്നു. മക്കയിൽ മർദ്ദനങ്ങൾ ആരംഭിക്കുന്നു, ബഹിഷ്കരണങ്ങൾ ആരംഭിക്കുന്നു, അവസാനം ഹിജറ പോകേണ്ടി വരുന്നു. കൂട്ടത്തിൽ ഒരു ദമ്പതിമാരുടെ ചരിത്രം കാണാം. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും കൂടെ ഹിജറ പോവുകയാണ്. കൂടെ മകളായ സലമ ബീവിയും കൂടെയുണ്ട്. ചെറിയ കുട്ടിയാണ്. ഒരു ഹിജറ പോവുകയാണ്. മക്കയുടെ പരിസരത്ത് ബോർഡർ ലൈനിലെത്തിയ സമയത്ത് ഇവരെ 2 പേരെയും ഇവരെ 3 പേരെയും വെച്ചുകൊണ്ട് മക്കക്കാർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ? 3 ആളും കൂടെ, ഞങ്ങൾ മദീനത്ത് പോവാണ്, ഹിജറ പോവുകയാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മറുപടി, നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോകണ്ട, അങ്ങനെ ഒരു ഉല്ലാസമായിട്ട് നിങ്ങൾ കാണണ്ട, ആരെങ്കിലും ഒരാൾ പോയാൽ മതി, ഒന്നുകിൽ ഉമ്മു സലമ അല്ലെങ്കിൽ അബൂ സലമ. അപ്പോൾ ഒരാൾ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവസാനം എന്ന് പറഞ്ഞു, എന്നാൽ അബൂ സലമ പോയിക്കോട്ടെ, ഞങ്ങൾ പിന്നെ പോയിക്കോളാം. അങ്ങനെ ഭർത്താവിനെ ഇവർ ഒറ്റയ്ക്ക് മദീനയിലേക്ക് പറഞ്ഞയച്ചു. ആലോചിക്കണം, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്. അബൂ സലമ അവിടുന്ന് സ്ഥലം വിട്ട് മക്കൻ്റെ ബോർഡർ കടന്നു പോയി എന്ന് കണ്ടപ്പോൾ ഉമ്മു സലമ ബീബിനെ ഒരു ഗോത്രത്തിലേക്ക് പിടിച്ചോണ്ടുപോയി. സലമ എന്ന കുട്ടിയെ മാത്രം വേറെ ഗോത്രത്തിൽ കൊണ്ടുപോയി. രണ്ടും രണ്ടാക്കി. ഇപ്പം 3 ആളും 3 സ്ഥലത്തായി. ഒരു ഭാര്യയ്ക്ക് വിഷമിക്കാൻ എത്രയുണ്ട്. സ്നേഹമുള്ള ഒരു ഭാര്യയാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ അതിൻ്റെ പേരിലുണ്ട്. വല്ലാത്ത വിഷമായി. കുട്ടിനെ ഇല്ല, ഭർത്താവിനെ ഇല്ല. അവസാനം മക്കയിലെ തെരുവോരങ്ങളിൽ ഒരു കൊല്ലക്കാലത്തോളം ഒരു ഭ്രാന്തി പെണ്ണിനെ പോലെ അലറി വിളിച്ചുകൊണ്ട് ഉമ്മു സലമ ബീവി കരയാൻ തുടങ്ങി. എൻ്റെ അബൂ സലമയെ കാണിച്ചതായോ, എൻ്റെ അബൂ സലമയെ എനിക്കൊന്ന് വിട്ടതായോ, അബൂ സലമയെ ഒന്ന് കാണാൻ അനുവദിക്കൂ, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ. ഓ, ഭർത്താവ് പോയി കിട്ടിയല്ലോ, ഇനി നമുക്ക് സുഖമായല്ലോ, ഇനി സമാധാനത്തിൽ ജീവിക്കാലോ എന്നല്ല, എൻ്റെ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവർ പൊട്ടിക്കരഞ്ഞ് മക്കൻ്റെ അങ്ങാടി കൂടെ നടക്കുകയാണ്. 1 കൊല്ലം ഈ കരച്ചിൽ കേട്ടിട്ട് ആ മക്കയിലുണ്ടായിരുന്നൊരു പ്രമുഖനായ ഒരു ഖുറൈശികളുടെ നേതാവ് വന്നിട്ട് പറഞ്ഞു, ഏടി പെണ്ണ്, നീ കുറെ കാലമായല്ലോ കരയാൻ തുടങ്ങിയിട്ട്, എന്താണ് എൻ്റെ പ്രശ്നം? അയാൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു, എന്താണ് പ്രശ്നം? ഉമ്മു സലമ ബീവി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ അവർ കൊണ്ടുപോയി മദീനത്തേക്ക് വിട്ടു, എൻ്റെ മോളെ വേറെ ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു, ഞാനൊരു ഭാര്യയാണ്, എനിക്കൊന്ന് കാണാനുള്ള അധികാരം സ്വാതന്ത്ര്യം നിങ്ങൾ തരണം. അവസാനം ആ മധ്യസ്ഥനായി ഇടപെട്ട വാർദ്ധക്യത്തിലുള്ള ആ മനുഷ്യൻ ഇടപെട്ട് ഇവരെന്തിനാണ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ഉമ്മയെയും മകളെയും മദീനത്തേക്ക് പറഞ്ഞേക്കുക. ആ മദീനയിൽ അവർ ഒരുമിച്ച് ജീവിച്ചു. സ്നേഹമാണ് ഞാൻ പറഞ്ഞത്. പൊട്ടിക്കരഞ്ഞ് എന്തിനാ അങ്ങാടി കൂടെ നടന്ന് ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. മക്കളെയും കുടുംബത്തെയും ഭർത്താവിനെയൊക്കെ ചതിച്ച് വഞ്ചിച്ച് പടിയിറങ്ങി പോണവരൊക്കെ പഠിക്കാനാണ് ഈ ചരിത്രം പറയുന്നത്. ഈ സംഭവം കഴിഞ്ഞ് മദീനയിൽ അവർ ഒരുപാട് കാലം ജീവിച്ചു. ആ ജീവിച്ച കാലം കഴിഞ്ഞതിനിടയിൽ ആദ്യമായി മരിച്ചത് അബൂ സലമ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഭർത്താവ് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സമാധാനിപ്പിക്കാൻ വേണ്ടി ഉമ്മു സലമ ബീവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മു സലമ വിഷമിക്കല്ലേ, നിനക്ക് ഇതിനേക്കാൾ ഉത്തമമായ ഇണയെ അള്ളാഹ് നൽകുന്നതാണ്, പകരമായിട്ട് പടച്ചോൻ വേറെ ഒരു ഇണയെ തരും. ഉമ്മു സലമ ബീവി ചോദിച്ച ചോദ്യം ഇതാണ്, അബൂ സലമയേക്കാൾ ഉത്തമമായ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമോ? നമ്മളെ ഭാര്യയ്ക്ക് പറയാൻ പറ്റണം, എനിക്ക് ഈ മാപ്പിളനേക്കാൾ ഉത്തമമായ ഒരു മാപ്പിളനെ കിട്ടൂല. അതെങ്ങനെ? അത് പൈസ കൊടുത്ത് പറയിപ്പിക്കണതല്ല, ജീവിതം കൊണ്ട് പറയിപ്പിക്കല. അന്ന് ആ പ്രാർത്ഥനൻ്റെ ഭാഗമാണ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം പിന്നീട് ദാമ്പത്യ ജീവിതത്തിലെ ഇണയായി കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ്. നബിൻ്റെ ഭാര്യയായിട്ട് മാറി. പിന്നീട് സഹോദരങ്ങളെ, എത്രയോ ആളുകളുണ്ട്, ഭർത്താക്കന്മാരുണ്ട് എന്ന ഒരൊറ്റ കാരണത്താലാണ് ആ പെണ്ണ് കരയുന്നത്. വേറെ ഒരാൾ സഹായിക്കൂല, വേറെ ഒരാൾ ചെലവിന് കൊടുക്കൂല, വേറെ ഒരാൾ അവളുടെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയൂല. അയാൾക്ക് ഭർത്താവുണ്ട്. എന്നാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ചിലവിന് കൊടുക്കാത്തവർ, വസ്ത്രം കൊടുക്കാത്തവർ, മക്കളെ ശ്രദ്ധിക്കാത്തവർ, അവരുടെ വേണ്ടുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ, വീട്, ടോയ്ലറ്റ് പോലെയുള്ള അടിസ്ഥാന സൗകര്യം പോലും പരിഗണിക്കാത്ത 100 കണക്കിന് മനുഷ്യന്മാരുടെ സങ്കടകഥകൾ നമ്മൾ ഇന്നും കേൾക്കണം. മാത്രവുമല്ല, അതിന് പുറമെ മർദ്ദനങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും പരിഹാസ്യങ്ങളും മാത്രമായി കഴിഞ്ഞു പോകുന്ന നീറുന്ന ഒരു ഭർത്താവിൻ്റെ പേരിൽ മദ്യപിച്ച് വൃത്തികെട്ട് വീട്ടിലേക്ക് കയറി വന്ന് മക്കളെയും വീടുമൊക്കെ ഉപദ്രവിക്കുന്ന, ഷെൽഫിലുള്ള സാധനങ്ങൾ താഴേക്കിടുന്ന, വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്ന മദ്യപാനികളായ ഭർത്താക്കന്മാർ. ആ പെണ്ണൊക്കെ എന്താ ചിന്തിക്കുന്നത്? ഈ മനുഷ്യൻ ഒരു ദിവസമെങ്കിലും എൻ്റെ വീട്ടിൽ വരാതിരുന്നാൽ എനിക്കും എൻ്റെ മക്കൾക്കും ഒരു ദിവസമെങ്കിലും ഉറങ്ങാലോ.
ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭർത്താക്കന്മാർ മോശമായാൽ, നമ്മൾ ദാമ്പത്യ ജീവിതത്തിലെ പുരുഷന്മാരുടെ റോള് മറന്ന് ജീവിച്ചാൽ ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് കാണാൻ പിന്നെ സാധ്യമല്ല. ഫാത്തിമ ബീവിൻ്റെ ചരിത്രം അതാണ്, ആതിക ബീവിൻ്റെ ചരിത്രം അതാണ്, അബൂ സൽമാ ബീവിൻ്റെ ചരിത്രം അതാണ്. അതുകൊണ്ടാണ് മുഴുവൻ ഭർത്താക്കന്മാരോടും ഈ രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി കൊണ്ട് മാതൃകയായി ജീവിതത്തെ നയിക്കാനും ഒരു ഭർത്താവ് എന്ന നിലക്ക് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും വിട്ടുപോകാതെ നല്ല രൂപത്തിൽ ജീവിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെടുകയാണ്. പരസ്പരമുള്ള നല്ല പെരുമാറ്റം ഒരു ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. പരസ്പര സന്തോഷമുണ്ടാക്കുന്ന ആളാവണം. കുറവുകൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണം. അനാവശ്യമായി പരസ്പരം കോപിക്കാത്ത സ്വഭാവത്തിൻ്റെ ഉടമയാകണം രണ്ടുപേരും. ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? എപ്പോഴും പള്ളിയിലുള്ള ആളാണോ? നന്നായി സ്വതക്ക ചെയ്യുന്നയാളാണോ? നല്ല ഉംറ ചെയ്യുന്നയാളാണോ? നബിന്റെ മറുപടി അക്മലുൽ മുഅ്മിനീന ഈമാനാ, ജനങ്ങളിൽ വിശ്വാസം യഥാർത്ഥ രൂപത്തിൽ ഈമാൻ പൂർണ്ണമായ മനുഷ്യൻ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. വഖിയാറുഹും, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ഖിയാറുഹും ലിനിസായിഹിം, ഭാര്യമാരോട് സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് നല്ല മനുഷ്യന്മാർ. നമ്മൾ അങ്ങാടിയിൽ ഉഷാറാണ്, നമ്മൾ പള്ളിയിൽ ഉഷാറാണ്, കച്ചവട സ്ഥലത്ത് ഉഷാറാണ്, നമ്മൾ രാഷ്ട്രീയത്തിൽ ഉഷാറാണ്. നമ്മൾ എവിടെയാ മോശാവല്? തൻ്റെ വീട്ടിലും ഭാര്യൻ്റെ അടുത്തും കുടുംബത്തിലാണോ? നമ്മൾ നല്ലോനല്ല, വെറുതെ സർട്ടിഫിക്കറ്റ്. ഖിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിലെ നല്ലവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുടുംബത്തിൽ നന്നായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിൽ നന്നായി പെരുമാറുന്നയാളാണ്. വീട്ടുജോലികൾ സഹായിക്കും, പ്രയാസങ്ങളിൽ അവരുടെ കൂടെ നിൽക്കും, സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറയും, നീതിയോടുകൂടെ പെരുമാറും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്തെല്ലാം നിലക്ക് ഈ തിരക്കിൻ്റെ ഇടയിലുമൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭാര്യ എന്ന നിലക്ക് അവരോട് ചെയ്യേണ്ടുന്ന കടപ്പാടുകളെല്ലാം ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഭാര്യമാരോടും ഇതുപോലെ തന്നെയാണ്. അവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭർത്താവിനോട് നല്ല നിലക്ക് പെരുമാറണം. സ്നേഹത്തോടെ അവരെ അംഗീകരിച്ച് പുരുഷനോട് വേണ്ടുന്ന അംഗീകാരവും ആദരവുകൾ കൊടുക്കാൻ സാധിക്കണം. ഒരു പെണ്ണിന് സ്വർഗം വേണോ? നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കണം. ഉമ്മാക്കുപ്പാക്ക് ഇഷ്ടപ്പെട്ടാ പോരാ, നാട്ടുകാർ നല്ലത് പറഞ്ഞാ പോരാ. പ്രിയപ്പെട്ട സഹോദരിമാര് ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇനി നിങ്ങളോടാണ്. ഒരു കുടുംബത്തിന്റെ നാഴികക്കല്ലായി വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ ഭർത്താവ്, പഠിക്കാൻ പോയ മക്കള്, പിന്നെ വീട് നോക്കാനുള്ളത് ഭാര്യയാണ്. വീടിന്റെ ഉത്തരവാദിത്വത്തിൽ വലിയ ബാധ്യതയുള്ള ഉമ്മമാരാണ്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗം വേണോ നിനക്ക് സ്വർഗം വേണോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഒറ്റ ഹദീസ്, അത് മതിയാകുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചാൽ, ഒരു പെണ്ണിന്റെ വലിയ പണിയാണത്. 5 നേരം മുടങ്ങാതെ സമയബന്ധിതമായി നമസ്കരിച്ചാൽ, അതിന് അടുക്കളപ്പണി കഴിയാൻ, അലക്കൽ കഴിയാൻ, തിരുമ്പൽ കഴിയാൻ, ക്ലീനിങ് കഴിയാൻ കാത്തിരിക്കണ്ട. സമയമായാൽ കൃത്യമായി നമസ്കരിക്കുന്ന ഒരു പെണ്ണായാൽ, വസാമത്ത് ഷഹ്റഹ, 1 മാസക്കാലത്തെ നോമ്പ് ശരിക്കങ്ങ് നോറ്റാൽ, ഇപ്പം നമ്മൾ അതിലുള്ളത് നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്. വഹഫിളത്ത് ഫർജഹ, ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട ലൈംഗികാവയവം അത് വേണ്ടതുപോലെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തിയാൽ, നാലാമത്തെ കാര്യം ഭർത്താവിനെ അനുസരിച്ചാൽ. നിസ്കാരവും നോമ്പും കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് ലൈംഗികമായ സൂക്ഷ്മത. ഭർത്താവിനെ അനുസരിച്ചാൽ അയാൾ കറുത്തവനാകാം, വെളുത്തവനാകാം, ജോലിയുണ്ടാകാം, ജോലിയില്ലാതെയാകാം, പ്രവാസിയാകാം, സ്വദേശിയാകാം, ജോലി ഏതെങ്കിലും അവസ്ഥയിൽ നഷ്ടപ്പെട്ടവനാകാം, കടമുള്ളവനാകാം. എന്തൊക്കെയായാലും നിന്റെ ഭർത്താവാണോ, ആ ഭർത്താവിനെ നീ അനുസരിച്ചാൽ, ഖീല ലഹാ, പെണ്ണിനോട് പറയും, ദുഖുലിൽ ജന്നത മിൻ അയ്യബ്വാബിൽ ജന്നതി ശിഅതി, പെണ്ണേ നീ സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും പ്രവേശിച്ചോ. നമ്മുടെ ഭാര്യയ്ക്ക് സ്വർഗം കിട്ടണോ? ഭർത്താവിനനുസരിക്കണം. അല്ലാതെ അവർ എന്തു മെനക്കെട്ടാലും അത് നഷ്ടമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, മാതത്ത്, അവൾ മരിക്കുകയാണ്,
വസൗജുഹാ അൻഹാ റാദിൻ, അവളുടെ ഇണ, അവളുടെ ഭർത്താവ് അവളെ തൃപ്തിപ്പെട്ടുകൊണ്ടാണെങ്കിൽ. ഭാര്യ മരിച്ച സമയത്ത് ഭർത്താവ് പറയാറ്, ഓ ഒരു വലിയ ശല്യം ഒഴിവായി, ഒരു കൊടുങ്കാറ്റ് ഒഴിഞ്ഞു പോയി, വലിയൊരു മുസീബത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയി എന്നെങ്ങാനും പറയേണ്ടി വന്നാൽ നഷ്ടമായി. ഒരു ഭാര്യ മരിക്കുന്നു, ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവ് അവളെ തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവൾ മരിക്കുന്നതെങ്കിൽ, അതേ സമയത്ത് അവരെ പറ്റി പറഞ്ഞല്ലോ, ദഖലത്തിൽ ജന്ന, അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതിലും പറഞ്ഞത് ഭർത്താവിനനുസരിക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിനോട് ചോദിക്കുകയാണ്, പെണ്ണേ നീ നിന്റെ ഭർത്താവിനോട് എങ്ങനെയാ നിന്റെ പെരുമാറ്റം? അപ്പോൾ സ്വഹാബ വനിത പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവരെ സ്നേഹിച്ച് സംരക്ഷിച്ച് നല്ലപോലെ പെരുമാറും. അപ്പം നബി പറയാണ്, എങ്കിൽ നല്ലത്, നീ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത്. എന്നിട്ട് പറഞ്ഞു, ഹുവ ജന്നതുക് വനഹാറുകി, അദ്ദേഹം നിന്റെ സ്വർഗമാണ്, അദ്ദേഹം നിന്റെ നരകമാണ്. എങ്ങനെ രണ്ടുമാകണത്? നല്ലപോലെ നിന്നാൽ നിനക്ക് സ്വർഗം കിട്ടും, അദ്ദേഹത്തെ ഉടക്കി വഴക്കുണ്ടാക്കി കച്ചറുണ്ടാക്കി എന്നും സ്വൈരം കൊടുത്താണ് എങ്കിൽ നിനക്കത് മാത്രം മതി നരകം കിട്ടാൻ. അള്ളാഹു നമുക്കൊക്കെ നല്ല സ്വർഗീയ ജീവിതം നൽകുമാറാകട്ടെ. ദാമ്പത്യ ജീവിതത്തിൻ്റെ കൺകുളിർമയും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരായി കൊണ്ട് ജീവിക്കുന്ന ഘട്ടങ്ങളിൽ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്, ഭാര്യമാരുടെ കൂടെയുള്ള ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷമുണ്ടാക്കാൻ കഴിയുക, എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നല്ല സന്തോഷകരമായ ഗുണകരമായ ദാമ്പത്യ ജീവിതം ലഭിക്കുക എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭാര്യയും ഭർത്താവും പരസ്പരം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിഞ്ഞുകൊണ്ട് പെരുമാറുക. ഭർത്താവിന് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല എന്നറിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക. ഭാര്യയ്ക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് മനസ്സിലായാൽ നമ്മൾ ആ കാര്യത്തിൽ നിന്ന് മാറുക. പരസ്പരം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിഞ്ഞ് പെരുമാറിയാൽ കുറേ പ്രശ്നങ്ങൾ അതിന് പരിഹാരമാണ്. മുൻകാലത്ത് ജീവിച്ച താബഈങ്ങളും സലഫുകളും ഒക്കെ അങ്ങനെയായിരുന്നു. അവരിൽപ്പെട്ട പ്രമുഖനായ ഒരു താബഈയുടെ ചരിത്രം കാണാം. ഖാദി ശുറൈഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി തമീം ഗോത്രത്തിൽപ്പെട്ട സൈനബ് ബിൻത് ജരീർ എന്ന് പറയുന്ന ഒരു മഹദിയെയാണ് കല്യാണം കഴിക്കുന്നത്. തമീം ഗോത്രത്തിൽ നല്ല ഉന്നത കുലജാതിക്കാരായ നല്ല വിശിഷ്ട ഗുണങ്ങളുള്ള സ്ത്രീകളാണ്. സൈനബ ബീവിയെ കല്യാണം കഴിച്ചു. അവർ മണിയറയിലേക്ക് കൂടി. ഭർത്താവും ഭാര്യയും 2 റക്അത്ത് നമസ്കരിച്ചു. നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് സുന്നത്തിൻ്റെ കാര്യത്തിൽ. നമ്മുടെ ഇണകളോട് മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. വിവാഹരംഗത്ത് തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് അവർ 2 പേരും അങ്ങനെ ആ രാത്രിയിൽ സംസാരം ആരംഭിക്കുകയാണ്. ഭാര്യ അവിടുന്ന് തുടങ്ങുകയാണ്, ഹംദും സലാത്തൊക്കെ പറഞ്ഞു ഫഇന്നീ ഇംറഅത്തുൻ ഗരീബ, ഞാൻ ഈ നാട്ടിലെ ഒരു പരിചയമില്ലാത്ത സ്ത്രീയാണ്. എനിക്ക് ഈ നാടത്ര പരിചയമല്ല, നിങ്ങളെ കുടുംബത്തിന് എനിക്ക് അത്ര അറിയില്ല, നിങ്ങളെ സ്വഭാവം എനിക്കറിയില്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയല്ലേ, അതുകൊണ്ട് ലാ ഇൽമ ലഹാ ബി അഖ്ലാഖിക, നിങ്ങളുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും പോരായ്മകളും വീക്ക്നെസ് ഒന്നും എനിക്കറിയൂല. ഇനി എന്താ ചെയ്യാ? ഫബയ്യിൻ ലീ മാ തുഹിബ്ബ ഫആതി, നിങ്ങൾ എനിക്ക് ദയവ് ചെയ്തൊന്ന് പറഞ്ഞു തരൂ, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം, ഞാൻ അത് നന്നായി ചെയ്തോളാം. കല്യാണത്തിന് തുടങ്ങുകയാണ്. 1-ാമത്തെ ദിവസം പറയാണ്, നിങ്ങൾക്ക് എന്താ ഇഷ്ടം, നിങ്ങൾ ഇഷ്ടങ്ങൾ പറയും, ഞാൻ അതുപോലെ ചെയ്തോളാം. വമാ തക്റഹു, നിങ്ങൾ എന്താ വെറുക്കുന്ന കാര്യം, ഫജ്തനിബൂ, എങ്കിൽ ഞാൻ അത് ഒഴിവാക്കാം. എന്ത് സുഖായി, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോളി, ഞാൻ ചെയ്യും. കൈഫ മഹബ്ബതക ലിസിയാറത്തിൽ അഹ്ൽ, നിങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുടുംബങ്ങൾ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയുള്ളവരാണ്, ആരൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കാണേണ്ടവരാരൊക്കെയാണ്. ഫമൻ തുഹിബ്ബു മിൻ ജീറാനിക, നിങ്ങളുടെ അയൽവാസികളിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. യദ്ഖുലു ദാറക ആദിൻ ലഹു, ഞാൻ അനുവാദം കൊടുക്കാൻ പറ്റുന്ന അയൽവാസികൾ ആരൊക്കെയാണ്, നിങ്ങൾ എനിക്ക് പറഞ്ഞെന്നോളി, ഞാൻ അതുപോലെ പ്രവർത്തിക്കാം. ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് ഖാദി ശുറൈഹ്. എന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞ് 20 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് 20 വർഷത്തിനുള്ളിൽ അവളിൽ നിന്ന് അനിഷ്ടകരമായ പ്രയാസകരമായ യാതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ എത്ര കാലമായി ജീവിക്കണു? നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് 2 കൂട്ടരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് മക്കൾ.
നമ്മൾ പ്രാർത്ഥിച്ചതെന്താ? കൺകുളിർമുള്ള മക്കളാവണേ എന്നല്ലേ? കുടുംബജീവിതത്തിൽ മക്കളെ ഇന്ന് അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. മക്കൾക്കും തന്നെ മാതാപിതാക്കളോടും വലിയ ബാധ്യതകളുണ്ട്. മക്കളെ നന്നായി പരിചരിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടു. മക്കൾക്ക് വേണ്ടുന്ന ദീനിയായ തർബിയത്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. 7 വയസ്സ് മുതൽ നമസ്കാരം ശീലിപ്പിക്കാൻ പറഞ്ഞു. 10 വയസ്സായിട്ട് നമസ്കരിക്കാത്ത മകനോ മകളോ ഉണ്ടെങ്കിൽ അവരെ അടിച്ചാണെങ്കിലും അത് ശീലിപ്പിക്കണമെന്ന് പറഞ്ഞു. 10 വയസ്സിൻ്റെ മുകളിലായ മക്കളുണ്ടെങ്കിൽ 2 ആൺമക്കളാണോ അവരെ 2 പേരെയും വിരിമാറിൽ നിന്ന് ബെഡിൽ നിന്ന് മാറ്റിക്കടത്തണമെന്ന് പറഞ്ഞു. 2 പെൺകുട്ടികളാണോ അവർ 2 പേരും ഒരേ പുതപ്പിൽ കിടന്നുറങ്ങാൻ പാടില്ല, അവരെ മാറ്റി കിടത്തണം എന്ന് പറഞ്ഞു. എന്തിനാ അതൊക്കെയാണ്? ഇതൊക്കെ എന്തിനാന്നാണ്? ഇതൊക്കെ ഇസ്ലാമിൻ്റെ തർബിയത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മക്കളുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് നിർദ്ദേശങ്ങൾ മഹാന്മാർ നമ്മളോട് പറയാണ്. നിങ്ങളുടെ മക്കൾ നന്നാവണോ? അവർ ഖുർആനുള്ളവരാവണം, ഇസ്ലാമിൻ്റെ അദബുള്ളവരാവണം, നന്മകൾ പഠിക്കുന്ന പാലിക്കുന്ന കുടുംബത്തിൽ നിന്ന് കണ്ട് പഠിക്കുന്നവരായി മാറണം. ഉലമാക്കന്മാർ രേഖപ്പെടുത്തി, നിങ്ങളുടെ മക്കളുടെ പ്രായം കണ്ടറിഞ്ഞ് നിങ്ങൾ അവരോട് പെരുമാറണം. സൈസ് ഉണ്ടോ നോക്കിയിട്ടല്ല, നമ്മളെ പൈസക്കനുസരിച്ചല്ല പെരുമാറുക, നമ്മുടെ വീടിനനുസരിച്ചല്ല പെരുമാറുക. നമ്മൾ അവരോട് പെരുമാറേണ്ടത് അവരുടെ പ്രായത്തിനനുസരിച്ചാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നിന്റെ മകൻക്ക് നിന്റെ മകൾക്ക് 1-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സ് വരെ നീ അവരോട് പെരുമാറേണ്ട രീതി ലഇബുഹു സബ്ആ, അവൻ്റെ കൂടെ അവളുടെ കൂടെ നീ ഒരു കളിക്കൂട്ടുകാരനായി പ്രവർത്തിക്കണം. പന്ത് കെട്ടി കൊടുക്കേണ്ടി വരും, കളിക്കാനുള്ള സാധനം മേടിച്ചു കൊടുക്കേണ്ടി വരും, കളിക്കാൻ നിൽക്കണം. എനിക്ക് തിരക്കാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ എന്നെ നോക്കൊഴിവില്ല, എനിക്ക് അത്ര ബിസിയാണ്, ഇത്ര ബിസിയാണ്. ശരി, ഇതിനൊന്നും സമയം ഉണ്ടായില്ലെങ്കിൽ ഇനി പറയാൻ പോണത് ശ്രദ്ധിച്ചോ. 7-ാമത്തെ വയസ്സ് മുതൽ 14-ാമത്തെ വയസ്സ് വരെ നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെയാ പെരുമാറേണ്ടത്? അദ്ദിബുഹു സബ്ആ, നല്ല നല്ല അദബ് നമ്മൾ അവരെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കൽ എപ്പോഴാ? 10-ാം ക്ലാസ്സിലെത്തിയിട്ടല്ല, +2 മുടി വെട്ടുന്ന സമയത്തല്ല അത് പഠിപ്പിക്കുക. 7-ാമത്തെ വയസ്സ് മുതൽ 14-ാമത്തെ വയസ്സ് വരെ ഏത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, മുടി എങ്ങനെ വെട്ടണം, എങ്ങനെ ചീകണം, ഏത് വസ്ത്രം ധരിക്കണം, ആദ്യം ഏത് കാല് ധരിക്കണം, ഏത് ചെരുപ്പ് ധരിക്കണം, ആദ്യം എവിടെ ധരിക്കണം. ഇതൊക്കെ എവിടുന്ന? വീട്ടിൽ ഉമ്മിയപ്പയും ചെയ്യണത് കണ്ടും പറഞ്ഞു കൊടുത്തും തിരുത്തിയിട്ടൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അദബ് പഠിപ്പിക്കേണ്ട സമയം 14 വയസ്സ് വരെയാണ്. എന്നാൽ 14 മുതൽ 21 വരെ നമ്മുടെ വീട്ടിൽ വില്ലനായി മാറുന്ന നമ്മുടെ മക്കൾ, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, മക്കളെ ഇഷ്ടമില്ലാത്ത വാപ്പമാര്, വാപ്പയെ ഇഷ്ടമില്ലാത്ത മക്കളുടെ എണ്ണം ആ പ്രായത്തിലാണ്. എന്നാൽ 14 മുതൽ 21 വയസ്സ് വരെ നിങ്ങളുടെ മക്കളോട് പെരുമാറേണ്ടത് വസഹിബുഹു സബ്ആ, കൂട്ടുകാരനെ പോലെ പെരുമാറണം. നമ്മൾ ശത്രുവിനെ പോലെയാണ്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിൽക്കുന്ന പോലെയാണ് നമ്മൾ പെരുമാറിക്കൊണ്ട്. എപ്പോഴാ പൊട്ടാന്നറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെരുമാറ്റം ശ്രദ്ധിച്ചോളിയും. 14 മുതൽ 21 വരെ നമ്മൾ കൂട്ടുകാരന്മാർ എന്ത് കാണിച്ചാലും ചിരിച്ച് നിൽക്കേണ്ടി വരും, സോപ്പിട്ട് പോകേണ്ടി വരും, ഭരിക്കാനൊന്നും കഴിയില്ല. ആ പ്രായം അതിൻ്റെ പ്രായമല്ല. അതാ പറഞ്ഞ് 14 മുതൽ 21 വരെ നീ മീശ വിരിച്ചുകൊണ്ടും നീ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടും നിൽക്കുന്ന പ്രായമല്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ 9-ാമത്തെ ക്ലാസ് മുതൽ +2 ഡിഗ്രിക്കാരൻ്റെ പ്രായമാണ് ഈ പറയുന്നത്. ശരിക്ക് പറഞ്ഞാൽ അവനോടൊരു സുഹൃത്തിനെ പോലെ എന്തുണ്ടെങ്കിലും വീട്ടിൽ വന്ന് ഉമ്മയോടും ഉപ്പയോടും ഒക്കെ വന്ന് പറയുന്ന അവസ്ഥ, ആവശ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥ, എന്തൊക്കെയാണെങ്കിലും ആ രൂപത്തിൽ നല്ലൊരു ക്ലോസ് ബന്ധമുള്ള സുഹൃത്ത് ബന്ധമാക്കി നിങ്ങൾ ആ പ്രായത്തിൽ മക്കളോട് പെരുമാറണം. എത്ര പേർക്കതിന് സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മക്കളോടുള്ള പെരുമാറ്റം നല്ല രൂപത്തിലായില്ലെങ്കിൽ പിന്നെ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളിച്ച കുട്ടികളെ ബാധിക്കുന്നു. നിങ്ങൾ പഠിച്ചു നോക്കിയും, കുട്ടികളിലുണ്ടാകുന്ന കൈനറ്റിക് ഡിസോർഡർ, സ്വഭാവ വൈകൃതങ്ങൾ, നഖം കടിക്കുക, വിരലിയുമ്പുക, പിരികം കരച്ചിളയുക, അതേപോലെ തന്നെയുള്ള പല സ്വഭാവ വൈകൃതങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചു നോക്കിയാൽ കുട്ടികളിലെ മാനസിക അസ്വസ്ഥതയെന്ന് വരുന്നതാണ്. കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവുക. നിങ്ങൾ പോയി ചോദിച്ചു നോക്ക്. ഹൈപ്പർ ആക്റ്റീവ് വികൃതി, അവിടെ കയറി മറിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് മറിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ചാടി പിടുത്തം കിട്ടാത്ത പ്രായമാകുക. സാധാ കുട്ടികളെക്കാൾ ഹൈപ്പർ. എന്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചു നോക്ക്. കുട്ടികളിലെ മാനസികമായ പലതരം ടെൻഷൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ നല്ലോണം രക്ഷിതാക്കളിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്വസ്ഥമായ അന്തരീക്ഷങ്ങളില്ലെങ്കിൽ കുട്ടികൾ പല നിലക്കുമുള്ള സ്വഭാവ വൈകൃതങ്ങളിലേക്ക് എത്തിപ്പെടും. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോന് തൻ്റെ ക്ലാസ്സിലിരിക്കണ ബെഞ്ചിലിരിക്കണ മുഴുവൻ കുട്ടികളെയും കോമ്പസ് കൊണ്ട്, ബ്ലേഡ് കൊണ്ട്, ആണി കൊണ്ട് കുത്തുകയാണ്.
കയ്യിൽ കിട്ടിയ മാരകായുധം എന്താ വെച്ചെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഉപദ്രവിക്കുക, കുത്തുക, വേദനിപ്പിക്കുക. കുട്ടികളെല്ലാവരും വന്ന് പരാതി പറയും. പരാതി എല്ലാം ഇവനെക്കുറിച്ചാണ്, ഒരാളെക്കുറിച്ചാണ് എല്ലാവർക്കും പരാതിയുള്ളത്. അവസാനം ഈ കുട്ടിയെ മാത്രം എടുത്ത് റൂമിൽ കൊണ്ടുപോയി കുറേ നേരം സംസാരിച്ചപ്പോൾ ഇവനൊന്നും പറയണില്ല. ആലപ്പുഴ ജില്ലക്കാരനാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവൻ്റെ കുടുംബത്തിൽപ്പെട്ട വേറൊരു കുട്ടിയോട് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ്റെ ഉമ്മ വേറൊരുത്തൻ്റെ കൂടെ പോയി. അതവൻക്കറിയാം. അവൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഉമ്മ വേറൊരാളുടെ കൂടെ പോയത്. ഇന്ന് അവനെ നോക്കുന്നത് അവൻ്റെ ഉമ്മയല്ലാന്ന് അവൻക്കറിയാം. അവൻക്ക് അവൻ്റെ ഉമ്മയോടുള്ള ദേഷ്യവും വെറുപ്പും അവന് ക്ലാസ്സിൽ കാണിക്കുകയാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയുമെന്നറിയോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ വളരെ കൃത്യമായി നല്ല ആലോചനയോടെ, പടച്ച റബ്ബ് നമുക്ക് തന്ന ഹിബത്താണ്, സമ്മാനമാണ് നമ്മുടെ കുട്ടി. കുട്ടികളില്ലാത്ത മനുഷ്യരോട് ചോദിക്ക് പ്രിയപ്പെട്ടവരെ, അവരുടെ സങ്കടങ്ങൾ എന്താ, അവർക്ക് ദുനിയാവിൽ ലക്ഷ്യമെന്താ, ആഗ്രഹം എന്താന്ന് ചോദിക്ക്. ഒരു കുഞ്ഞിക്കാല് കണ്ടാ മതി, എൻ്റെ വില അവർക്കറിയാം. അമ്പിയാക്കന്മാര് പോലും, ഇബ്രാഹിം നബി, സക്കരിയ നബി എത്രയാ പൊട്ടിക്കരഞ്ഞത്, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. പ്രാർത്ഥിച്ചിട്ടാ കുട്ടികളെ കിട്ടിയത്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, വിശിഷ്ടമായ ഗുണങ്ങളുള്ള മക്കളെ തരണേന്ന് സക്കരിയ നബി പ്രാർത്ഥിച്ചു. അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു. ഇബ്രാഹിം നബിക്ക് ആരെയാ കൊടുത്തത്? ഇസ്മാഈല വൈസ്ഹാഖ്, രണ്ട് നബിമാരെ കൊടുത്തു. സക്കരിയ നബി പ്രാർത്ഥിച്ചു അള്ളാഹിനോട്, ആരെയാ കൊടുത്തത്? യഹ്യാ, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ, യഹ്യാ നബിനെ കൊടുത്തു. അതും വാർദ്ധക്യഘട്ടം നിറഞ്ഞ പ്രായത്തിൽ. എന്നാൽ നമുക്ക് പടച്ചോ മക്കളെ തന്നോ എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നമ്മുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നമ്മളോട് ചോദിക്കും, നിന്റെ മക്കളെ ദീന് പഠിപ്പിച്ചോ, നിസ്കാരം പഠിപ്പിച്ചോ, ഖുർആൻ പഠിപ്പിച്ചോ? 4-5 മക്കളുണ്ട് നമുക്ക്, ഒരാളെങ്കിലും ഖുർആനും ദീനും പഠിക്കുന്ന ആളുണ്ടാവേണ്ടേ നമുക്ക്? നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ജനാസ നമസ്കരിക്കാൻ നമുക്ക് നമ്മുടെ മയ്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇമാമായി നിൽക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഒന്ന് നിസ്കരിക്കുന്ന സമയത്തെങ്കിലും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അറിയുന്ന മകനോ മകളോ നമുക്കുണ്ടോ? മലപ്പുറം ജില്ലയിലെ ഒരു ജനാസ കൊണ്ടുവന്ന രംഗം നമുക്ക് ഓർമ്മിക്കാൻ കഴിയാവും. ആയിരക്കണക്കിന് ആളുകൾ, വലിയൊരു ബിസിനസ്സുമാൻ്റെ ജനാസ കൊണ്ടുവന്ന്, ഒരേ ഒരു മകൻ, ബോംബെയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ, അദ്ദേഹം വന്നു, മയ്യത്ത് കണ്ടു, എല്ലാം കഴിഞ്ഞു, പള്ളിക്കാട്ടിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പള്ളിക്കെടുത്തു. എല്ലാവരും മകനെ കാത്തുനിന്നു നമസ്കരിക്കാൻ. മകനുണ്ടല്ലോ, അവൻ എഴുന്നേറ്റ് നിന്നോളൂ എന്ന് വിചാരിച്ച് മകനെ പള്ളിയിൽ കാണല്ല. ലാസ്റ്റ് തെരഞ്ഞ് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോണ്ട് വയർത്ത് കുളിച്ച് കരഞ്ഞു നിൽക്കണം. എന്താ, വാപ്പ മരിച്ചതിൻ്റെ വിഷമത്തിലല്ല, നിസ്കരിക്കാൻ അറിയില്ല എന്നുള്ള വിഷമത്താൽ കരയാണ്. ദയവ് ചെയ്ത് എന്നെ ആ മയ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നമസ്കാരത്തിന് നിർത്തരുത്, എനിക്കതറിയില്ല. ബാപ്പ എനിക്ക് കുറേ ബിസിനസ് പഠിപ്പിച്ചു തന്നു, കുറേ ടെക്നിക്കുകൾ കുറേ പഠിപ്പിച്ചു തന്നു, കുറേ പൈസയൊക്കെ തന്നു, പക്ഷേ ഈ സംഭവം ഞങ്ങൾക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസം കൊടുത്ത്, ഒരുപാട് ഭയങ്കര സെറ്റപ്പൊക്കെ കൊടുത്ത് എല്ലാതും നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നു. ദീന് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കെതിരെ അവർ വരുന്ന വലിയ ഒരു കാലം ദുനിയാവിൽ ഉറപ്പിച്ചു. പരലോകത്തല്ല, ദുനിയാവിൽ തരും. നമ്മുടെ തൊട്ടടുത്ത് കുറ്റിപ്പുറത്ത് വൃദ്ധസദനമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. 2 മക്കൾ, യൂറോപ്പിൽ ജോലി ചെയ്യുന്ന സമ്പന്നരായ മക്കൾ വന്നിട്ട് വാപ്പാനെ തോളി പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വൃദ്ധസദനത്തിലാക്കി. എന്നിട്ട് പറഞ്ഞു, വാപ്പാനെ എല്ലാവരും നോക്കണം കേട്ടോ, ഓക്കെ ഞങ്ങൾ പോകുകയാണ്, യൂറോപ്പിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടക്കിടക്ക് വരാനൊന്നും കഴിയില്ല. പോണ സമയത്തൊരു ചെക്ക് എഴുതി കൊടുത്തു, 1 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി വെച്ചിട്ട് പറഞ്ഞു, അഥവാ ബാപ്പ മരിച്ചാൽ നിങ്ങളാണ്ട് ചെയ്തോളി കാര്യങ്ങളൊക്കെ, അതിനുള്ള പൈസയാണിത്. 1 ലക്ഷം രൂപ തന്നു. ഞങ്ങളെ കാത്തിക്കണ്ട, ഞങ്ങൾക്ക് തിരക്കാണ്. നമ്മൾ എന്തിനാ മക്കളെ പഠിപ്പിച്ചത്? നമ്മൾ എന്തിനാ മക്കളെ സ്നേഹിച്ചത്? നമ്മൾ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് കരഞ്ഞുണ്ടായത്? അവസാനം ആ ബാപ്പ ഈ മക്കളൊക്കെ നോക്കിയിട്ട് മക്കളങ്ങ് കാറെടുത്ത് പോയി. ഈ മനുഷ്യനവിടെ നിൽക്കുക. ഒരു ഉമ്മയുണ്ട്, ആ ഉമ്മയെ കാണാൻ മക്കളും പേരക്കുട്ടികളെ കടക്കിടക്ക്. ഒരു വലിയ നമ്മൾ പറഞ്ഞ മുസ്ലിം ഉമ്മത്തിലെ കൗമിൻ്റെ അവസ്ഥയും പറയുന്നത്. മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉമ്മാനെ കാണാൻ വരും.
എന്നിട്ട് സാധനങ്ങളൊക്കെ കുറേ മിഠായും കുറേ തിന്നാളെ സാധനം ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി വരും. ഉമ്മ ഈ മക്കളൊക്കെ വരുന്ന സന്തോഷത്തിൽ ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പേസ്റ്റും മക്കൾക്കൊക്കെ റെഡിയാക്കി വെച്ച് ഇന്ന് ഞാൻ മക്കളുടെ കൂടെ പോകും, നിന്നെ മക്കൾ കൊണ്ടുപോകുമെന്ന് വിചാരിക്കും. അന്ന് മക്കൾ പറയത്ര ഉമ്മ ഞങ്ങൾ പിന്നൊരു ദിവസം വരണ്ട്, ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ഈ ഉമ്മ ബാഗ് കൊടുത്ത് റൂമിൽ പോവും, ജനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും മക്കളിങ്ങനെ കാറുകൊണ്ട് ഇങ്ങനെ പോണത്. അന്ന് ഭക്ഷണം കഴിക്കൂല, അന്ന് മരുന്ന് കുടിക്കൂല. തൻ്റെ മക്കൾ തന്നെ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമത്തിൽ അടുത്ത ദിവസം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും, ഒന്നും കൊണ്ടുപോകുമെന്ന് വിചാരിക്കും, ഒന്നുമില്ല. ഞാൻ ആവർത്തിച്ചു പറയാൻ ഉദ്ദേശിച്ച അതാണ്. 3 കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ലാസ്റ്റ് ബാക്കി ഉണ്ടാവുക. നമ്മുടെ കച്ചവട സ്ഥാപനം വേറെ ആൾ നോക്കും, നമ്മൾ അലങ്കരിക്കുന്ന പദവികൾ വേറെ ആൾ പോസ്റ്റിലേക്ക് വരും, നമ്മുടെ കുട്ടികളെ വേറെ ആളുകൾ ഏറ്റെടുക്കും, നമ്മുടെ ഭാര്യ വേറെ ആൾ കല്യാണം കഴിക്കും. ഇല്ലാ മിൻ സലാസിൻ 3 കാര്യങ്ങളെ ഒരു ജനാസക്ക് കിട്ടൂ. സ്വദഖത്തുൻ ജാരിയ, എന്നുമെന്നും നിലനിൽക്കുന്ന സ്വദഖ. ഒരു പള്ളിക്ക് കൊടുത്താൽ നിലനിൽക്കുന്ന ഒരു കിണറുണ്ടാക്കി കൊടുത്താൽ അങ്ങനെ സ്വദഖത്തുൻ ജാരിയ. ഔ ഇൽമു യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഉപകാരമുള്ള ഇൽമ്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്. വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ സന്താനങ്ങൾ അവൻ മരിച്ചാലും ഖബറിനകത്തേക്ക് അവൻക്കുള്ള ഖൈറും പ്രാർത്ഥനകളും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. വലത് പോരാ, കുട്ടിയായ പോരാ, സ്വാലിഹുൻ സാലിഹാവണം. സാലിഹായ പോരാ, യദ്ഉ ലഹു, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകണം. മയ്യത്ത് ഖബറിൻ്റെ അവിടെ വന്നിട്ട് നമ്മളെ കുട്ടികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി മാറണം. അതിനവർക്ക് കിട്ടണം. നമ്മൾ എത്ര ആൾക്കാർ ഇവിടെ വന്നു ക്ലാസ്സിന്, നമ്മുടെ മക്കളെവിടെ, നമ്മുടെ പെൺകുട്ടികളെവിടെ, നമ്മുടെ 10ാം ക്ലാസ്സുകാരനെവിടെ, എന്താ നമ്മൾ കൊണ്ടുപോകാത്തത്, എന്താ വിളിക്കാത്തത്, എന്താ വരാത്തത്? എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപദേശിക്കാൻ പോയിട്ട് കാര്യം ഉണ്ടാവില്ല. നേരത്തെ മുതൽ ഇവിടെ ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബസമേതം മക്കളെ അടക്കം അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനും ആലോചിക്കുക, മക്കളും ആലോചിക്കണം. ഞങ്ങൾക്ക് മാതാപിതാക്കളോട് എനിക്ക് വലിയ ബാധ്യതയുണ്ട്. എൻ്റെ വാപ്പയും ഉമ്മയും എന്നെ പോറ്റി വളർത്തിയവരാണ്, എന്നെ അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്, എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചവരാണ്, എനിക്ക് വേണ്ടി സ്വപ്നം കണ്ടവരാണ്. ഞാൻ നന്നാകാനും ഞാൻ ഉയരാനും ഞാൻ വലുതാവാനും ഞാൻ സന്തോഷത്തിലാവാനും എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മാൻ്റെ ഉദരത്തിലാകുന്ന സമയം മുതലേ ഒരുപാട് സ്വപ്നങ്ങളോടെ പ്രതീക്ഷയോടെ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പേ എന്നെക്കുറിച്ച് സ്വപ്നം കണ്ടവരാണ് എൻ്റെ ഉമ്മയും ഉപ്പയും. അവരോട് എനിക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് കിട്ടണോ, എനിക്ക് അള്ളാഹുവിൻ്റെ കോപം കിട്ടണോ എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹിന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹിന്റെ തൃപ്തി. അവരെന്നെ ഇഷ്ടപ്പെട്ടാലേ അല്ല എന്നെ ഇഷ്ടപ്പെടൂ, അവരെന്നെ വെറുത്താലോ അള്ളാഹു എന്നെ വെറുക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവരുത്. അവരോട് ഏറ്റവും നല്ല മാന്യമായ പെരുമാറ്റമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. ഞാനല്ലാതെ അവർക്ക് ഈ നിലക്ക് സ്നേഹവും പരിചരണവും കൊടുക്കാൻ വേറെ ആരുമില്ലാത്തതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സറിഞ്ഞവരോട് നന്നായി പെരുമാറേണ്ടവനാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സ്വഹാബി കയറി വന്നിട്ട്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാം, ഒരാളങ്ങ് കയറി വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ്, നബിയെ ഏറ്റവും വലിയ കൂലി കിട്ടുന്ന ഹിജ്റ ഞാൻ തയ്യാറാണ്, പാപം പൊറുക്കാനുള്ള കാരണമായ ജിഹാദ് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അബ്തഗിൽ അജ്റ മിനല്ലാഹി തആല, അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യാൻ ഒരുക്കമാണ്. നബി ചോദിച്ചു, ഫഹല്ലക മിൻ വാലിദൈക അഹദുൻ ഹൈ, നിന്റെ ഉമ്മയോ ഉപ്പയോ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മോനെ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു നഅം ബൽ കിലാഹുമാ, അവർ രണ്ടുപേരും ഇന്ന് ഹയാത്തിലുണ്ട്. അപ്പൊ നബി പറഞ്ഞു കൊടുക്കാണ്, ഫബ്തഗിൽ അജ്റ മിനല്ലാഹി തആല ഫർജി ഇലാ വാലിദൈക്, നീ അള്ളാന്റെ കൂലിയാണോ പ്രതീക്ഷിക്കുന്നത്? നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയിക്കോ. ഫഹ്സിൻ സുഹബതഹുമാ, അവരോട് രണ്ടുപേരോടും നന്നായി സഹവസിച്ചോ. ജിഹാദിന്റെ ഹിജറിന്റെ കൂലി നിനക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും.
ഇവിടെ ബാപ്പിയമ്മി ഹയാത്തുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടെന്ന്. ഇവരൊക്കെ മരിച്ചതിന് ശേഷം സങ്കടപ്പെട്ടും മരിച്ചതിന് ശേഷം പിന്നെ കുറേ മാമൂലുണ്ടാക്കിയതുകൊണ്ടൊന്നും ഫായിദ ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാനോടും ഉപ്പാനോടും കാണിക്കേണ്ടുന്ന അതവുകളും ശീലങ്ങളും ചിട്ടകളും സംസാരങ്ങളും വരെ ശ്രദ്ധിക്കാതെ മരിച്ചതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആവട്ടെ, നമുക്ക് ഭർത്താവും ഭാര്യയൊക്കെ മരിച്ചതിന് ശേഷമല്ല സ്നേഹം പ്രകടിപ്പിക്കലൊക്കെ, അതൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നാക്കണം. യുരീദുൽ ബിർറ ബിഹിമാ, നിങ്ങൾ അവരോട് രണ്ടുപേരോടുള്ള പെരുമാറ്റം മഅൽ ലുത്ഫി വലീനിൽ ജാനിബ്, നല്ല സ്നേഹത്തോടെ ആർദ്രതയോടെ അലിവോടെ പെരുമാറണം. ഫലാ യുഗല്ലദു ബിഹുമാ ഫിൽ ജവാബി, അവരെന്തെങ്കിലും ചോദിച്ച് മറുപടി പറയുമ്പോൾ നീ ശബ്ദം കനപ്പിക്കരുത്. എന്നോട് മാത്രം പറയണ്, ഇത് എപ്പോഴും ഇങ്ങനെ പറയണെന്ന് പറഞ്ഞ് നീ അവരോട് ശബ്ദം കനപ്പിക്കരുത്. വലാ യുഹദ്ദുൻ നദറു ഇലൈഹിമാ, അവരെ നീ കൂപ്പിച്ച് തറപ്പിച്ച് നോക്കരുത്, പേടിപ്പിക്കണ നോട്ടം നോക്കരുത്. വലാ യർഫഉ സൗതഹു അലൈഹിമാ, അവരുടെ ശബ്ദത്തേക്കാൾ നിന്റെ ശബ്ദം പൊങ്ങരുത്, അവർ സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ നീ സംസാരിക്കരുത്. ബൽ യകൂനു ബൈന യദൈഹിമാ മിസ്ലൽ അബ്ദി ബൈന യദൈ സയ്യിദി തദല്ലുദൻ ലഹുമാ, ഒരു അടിമ യജമാനന്റെ മുമ്പിൽ ചെന്ന് വിനയം കാണിക്കുന്ന പോലെ നീ അവരോട് വിനയത്തോടെ പെരുമാറണം. അത്രയൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ താഴ്മയ്ക്ക് നമുക്ക് വേണ്ടേ? എന്തിനു വേണം? അള്ളാന്റെ ഖുർആന്റെ കൽപ്പനയാണ്, വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. കാരുണ്യം കാണിക്കണം എന്നല്ല, കാരുണ്യത്തിന്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്ക് പറയണം, എന്ന വാക്ക് പറയരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര അദബുകളാ പഠിപ്പിച്ചത്. ഒരിക്കൽ നബി തങ്ങളോട് വന്ന് ചോദിച്ചു, നബിയെ, ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന മഹാപാപങ്ങൾ ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചോളി, വലിയ പാപങ്ങൾ ഏതാണ്? സാധാ പാപങ്ങളെ പോലല്ലോ. അൽ-ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ് വലിയ പാപമാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കൽ മഹാപാപമാണ്. വഖത്ലുൻ നഫ്സ്, കൊലപാതകം ചെയ്യൽ പാപമാണ്. ഷഹാദത്തുസ്സൂർ, കള്ളസാക്ഷ്യം വഹിക്കലും മഹാപാപമാണ്. ഈ ശിർക്ക് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് മാതാപിതാക്കളെ ധിക്കരിക്കൽ. അള്ള പറഞ്ഞ കാര്യത്തിന് എതിരല്ലാത്ത ഏത് കാര്യമാണെങ്കിലും നമ്മൾ അനുസരിക്കണം എന്നാണ്. അള്ള പറഞ്ഞൊരു കാര്യത്തിന് എതിരായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ, അത് ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും ഉപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ അള്ളാന്റെ കൽപ്പനക്കെതിരെ ഒരു സൃഷ്ടി പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കരുത്. ആര് പറഞ്ഞാലും ഇന്ന് വള്ളി പോരുത് എന്ന് വാട്ടെന്ന് പറഞ്ഞ് അനുസരിക്കേണ്ട ആവശ്യമില്ല. നീ മഫ്ത ധരിക്കരുത്, അനുസരിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമാത്രം ഗൗരവത്തോടെ ഈ വിഷയം പഠിപ്പിച്ചു തന്നു. സ്വഹാബത്ത് അതുപോലെ സ്വീകരിച്ചു. വലിയ നേട്ടം അവർക്കതിലൂടെ നേടാൻ സാധിച്ചു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. പൊന്നുമോനെ യൂസുഫിനെ അവർ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. ബാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബാപ്പാ, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കേ യൂസുഫിനെ ചെന്നായ കടിച്ചുപോയി. എന്നിട്ട് എന്താ തെളിവ്? ഒരു ചോര പുരണ്ട കുപ്പായം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഷർട്ടുമായി ബന്ധപ്പെട്ടവർ വന്നു. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇല്ല മക്കളെ, ഇത് നിങ്ങൾക്ക് പിശാചി എന്തൊക്കെയോ മോഹിപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം പിന്നെയും മക്കൾ വന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂസുഫിനെ വന്ന് പിടിച്ചു കൊണ്ടുപോയി ചെന്നായ, ഞങ്ങൾ സത്യം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം ബാപ്പാ. നോണ പറഞ്ഞിട്ട് സത്യമാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ വാപ്പ പറയാണ്, ഫസ്ബറുൻ ജമീൽ, ശരി സാരല്ല, ഞാൻ ക്ഷമിച്ചോളാം. യാക്കൂബ് നബി ചിന്തിച്ചു നോക്കി, ഒരു ചെന്നായ കടിച്ചാൽ ആ ഷട്ടിൽ കടിച്ചതിൻ്റെ അടയാളം വേണ്ടേ? ഒരു നഖത്തിൻ്റെ പോറൽ വേണ്ടേ? ഒരു പല്ലിൻ്റെ കീറൽ വേണ്ടേ? ഒന്നുമില്ല, വെറും ഒരു ചോര മാത്രം. എല്ലാ കള്ളന്മാരും ഒരു തെളിവ് വിട്ടുവെച്ച് പോകുമല്ലോ, അതേപോലെ സംശയം. മകനെ കാണാതെ വിഷമിച്ച് കരഞ്ഞു. ഉമ്മ നഷ്ടപ്പെട്ട കുട്ടിയാണ് യൂസുഫ് നബി. കരഞ്ഞ് കരഞ്ഞ് അവസാനം കണ്ണുകൾ രണ്ടും വെള്ള നിറമായി. എന്നും കരയും.
ഇന്നമാ അശ്കൂ ബസീ വഹുസ്നീ ഇലല്ലാഹ്. ഞാൻ എൻ്റെ ആവലാദികളും വേവലാദിയും എൻ്റെ സങ്കടങ്ങളും നിന്നിലേക്ക് മടക്കുകയാണ്. അള്ളാഹിനോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കും. മക്കളെ കാണാൻ 3 കൊല്ലം 30 കൊല്ലത്തോളം. അവസാനം കൊട്ടാരത്തിലെത്തിയ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഭക്ഷ്യധാന്യങ്ങളൊക്കെ വിതരണം ചെയ്ത ഘട്ടമുണ്ടല്ലോ. പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയ രംഗം നമ്മൾക്കറിയാലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു കുപ്പായം ഉണ്ടായിരുന്ന കുപ്പായം ബാപ്പാൻ്റെ തലയിലൂടെ മുഖത്തിങ്ങനെ ഇട്ടുകൊടുത്തപ്പോഴാണ് ആ ഒരു സന്തോഷത്താലും ആ ഒരു മണം കിട്ടിയപ്പോഴുമൊക്കെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സുഗന്ധം കിട്ടിയപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശേഷി വരെ തിരിച്ചു കിട്ടിയെന്ന് ഖുർആൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഫർത്തദ്ദ ബസീറ. എന്നിട്ട് അവര് കിനുവാൻ എന്ന് പറയുന്ന പ്രദേശത്ത്, കൻആൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് സഹോദരങ്ങളും യൂസുഫ് നബിയും ഒക്കെ പാടെ ഇങ്ങോട്ട് വരികയാണ് യാക്കൂബ് നബിൻ്റെ അടുത്തേക്ക്. അവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. പുറപ്പെട്ടപ്പോൾ യാക്കൂബ് നബി പറയാണ് വീട്ടിലിരുന്നിട്ട്, ഇന്നീ ലഅജിദു റീഹ യൂസുഫ, എനിക്ക് യൂസഫിൻ്റെ മണമിതാ അനുഭവിക്കാൻ കഴിയുന്നു. അത്രയും കിലോമീറ്റർ അപ്പുറന്ന് പുറപ്പെടുമ്പോൾ ഇവിടെ മണം കിട്ടുന്നുണ്ട് എന്ന് വാപ്പാക്കത്. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധമാണ് അവിടെ സൂചിപ്പിച്ചത്. സമാനമായ ഒരു ചരിത്ര സംഭവം ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാത്ത മനുഷ്യനാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പോലും കരഞ്ഞു പോയ ഒരു സംഭവം ഉണ്ടായി. മഹാനായ ഉമയ്യത്ത് ഇബ്നുൽ അസാക്കിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനായ കിലാബ് എന്ന് പറയുന്ന നല്ല ഒരു മകനുണ്ടായിരുന്നു. നല്ല സ്നേഹിക്കും, നല്ല പരിചരിക്കും. കിലാബ് യുദ്ധത്തിനു വേണ്ടി, ജിഹാദിനു വേണ്ടി, ഇസ്ലാമിക ധർമ്മസേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. പിന്നെ ഈ വാപ്പയും ഉമ്മയും ഭയങ്കര വിഷമത്തിൽ. നല്ല നോക്കുന്ന ഒരു വാപ്പാൻ്റെ മകനാണെങ്കിൽ മകൻ ഗൾഫ് പോയാൽ തന്നെ മതി, വാപ്പ ഉമ്മ അതിനാലെ വിഷമിച്ചിരിക്കും. നല്ല പരിചരണം കൊടുത്തിരുന്ന ഈ മകൻ ജിഹാദിനു വേണ്ടി, നല്ലൊരു കാര്യത്തിനു വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോയി. വാപ്പയും ഉമ്മയും പിന്നെ എന്നും വിഷമവും ഭയങ്കര കരച്ചിൽ. ഒരു ദിവസം ഇവരിങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിൽ ഒരു പ്രാവിൻ്റെ അമ്മ തള്ളപ്പക്ഷി വന്നിട്ടൊരു പ്രാവിന് ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന രംഗം ഈ വാപ്പ കാണുകയാണ്. വാപ്പട് കരഞ്ഞുപോയി. എൻ്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതുപോലെ സ്നേഹം കിട്ടുന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ട് ആ പ്രാവിൻ്റെ രംഗം കണ്ടിട്ട് വാപ്പ നിന്ന് കരയാൻ തുടങ്ങി, ഉമ്മ കരയാൻ തുടങ്ങി. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു രംഗം കണ്ട് വിഷമിച്ചിട്ട് ചോദിച്ചു, നിങ്ങളിവിടെ വരി, നിങ്ങളെന്താ അങ്ങനെ കരയണ്? അല്ല, എൻ്റെ മോന് കിലാവിനെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പം ഞാൻ പ്രാവിനെ കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നതാണ്, എനിക്കെൻ്റെ മോനെ ഓർമ്മ വന്നതാണ്. ഈ രംഗം ഇങ്ങനെ കണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സ്വഹാബത്തിനെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കിലാബിനോട് തിരിച്ചു വരാൻ പറയും, ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറയും, അവൻ്റെ വാപ്പിയമ്മയോട് വല്ലാതെ വിഷമിച്ചിരിക്കുക. കിലാബ് വന്ന് ബോർഡർ ലൈനിൽ എത്തിയ സമയത്ത് വാപ്പാനെ കണ്ടിട്ടൊന്നുമില്ല. അവിടെ എത്തിയപ്പോൾ ഖലീഫ ചോദിച്ചു, നിങ്ങൾ വാപ്പാനോട് എങ്ങനെ പെരുമാറുള്ളത്? വാപ്പാക്ക് നിങ്ങളെ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം അദ്ദേഹം പറയാം, ഞാൻ എൻ്റെ വാപ്പാനെ ഞാൻ ബാപ്പയുടെ ഉമ്മയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഞാൻ എന്നേക്കാൾ എനിക്കിഷ്ടവും സ്ഥാനം കൊടുക്കലും എൻ്റെ ഇഷ്ടത്തേക്കാൾ എൻ്റെ ഉമ്മാക്കുപ്പാക്കുമാണ് ഞാൻ കൊടുക്കാറുള്ളത്. എൻ്റെ ഇഷ്ടം മറന്ന്, എൻ്റെ ഉറക്കം മറന്ന്, എൻ്റെ ജോലി മറന്ന് ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഞാൻ പാല് കൊടുക്കുമ്പോൾ വരെ ഒട്ടകത്തിൻ്റെ അകിടിൽ ചെന്നുകൊണ്ട് കഴുകി വൃത്തിയാക്കും. ആ വെള്ളം ഉണങ്ങിയാൽ ഞാൻ എണ്ണ തേച്ച് മിനുസപ്പെടുത്തും. എന്നിട്ട് നല്ല ശുദ്ധമായ പാല് ഞാൻ കറക്കും. എന്നിട്ട് ഞാൻ സ്നേഹത്തോടെ എൻ്റെ വാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ വാപ്പ അത് കുടിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ കാലഘട്ടം. അങ്ങനെ ഖലീഫ ഈ രംഗം ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, എങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു ഗ്ലാസ് പാല് കറന്നു തരൂ, നിങ്ങൾ വാപ്പാക്ക് കൊടുക്കുന്ന പോലെ. ഒരൊട്ടകത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, പാലിങ്ങനെ കറന്നു കൊടുത്തു. എന്നിട്ട് ആ പാത്രം മേടിച്ചിട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു വാപ്പ ഉമയ്യത്തിൻ്റെ അടുത്തേക്ക് കയറി ചെന്നിട്ട്, ഇതാ നിങ്ങളൊരു ഗ്ലാസ് പാല് കുടിക്കുക. ആ പാലങ്ങ് കയ്യിൽ കൊടുത്തപ്പോൾ പറയണേ, എൻ്റെ മകൻ്റെ മണമുണ്ടല്ലോ ഈ ഗ്ലാസ്സിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമയ്യത്ത് ഇബ്നുൽ അസാക്കിർ പറയാണ്, ഇന്നീ ലഅജിദു റീഹ കിലാബിൻ, കിലാബിൻ്റെ മണം ഞാൻ ഈ ഗ്ലാസ്സിൽ അനുഭവിക്കുന്നുണ്ടല്ലോ, അവനെങ്ങാനും ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാവണം മകനും ബാപ്പയും മക്കളും കുടുംബം തമ്മിലുള്ള ബന്ധം. അവരുടെ ജീവിതം ഗന്ധിയാകാൻ സാധ്യമാകണം. മറക്കാനാവാത്ത, വിട്ടുപിരിയാൻ കഴിയാത്ത ബന്ധമായി
നാം ചെയ്ത സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് അതിയായ സന്തോഷം രേഖപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൻ്റെ സകല മേഖലകളിലും എല്ലാ നിലക്കുമുള്ള ഖൈറും അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം കൂടെ ചേർത്ത് വെക്കുക. എനിക്ക് കുടുംബം വേണ്ട, എനിക്ക് മക്കൾ വേണ്ട, എനിക്ക് ഭാര്യ വേണ്ട, എനിക്കാരും വേണ്ട, ഞാനൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് കൊതിക്കുന്നൊരു ദിവസമുണ്ട്, നാളെ പരലോകം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളോ സമ്പത്തോ ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. ഖൽബുൻ സലീമായ സുരക്ഷിതമായ ഖൽബുമായി വന്നാലല്ലാതെ അവിടെ രക്ഷപ്പെടാൻ കഴിയൂല. പാപം ചെയ്ത് കുറ്റവാളികളായി വന്നാൽ നരകത്തിൻ്റെ മുമ്പിൽ വലിച്ചു കൊണ്ടുവരപ്പെടും. ആ നരകം ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു പോകും, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് നന്നായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു, നല്ല ദാമ്പത്യ ജീവിതം, നല്ല കുടുംബജീവിതം, നല്ല മക്കളോടുള്ള പെരുമാറ്റം ചെയ്താൽ മതിയായിരുന്നു, നന്നായി സൽക്കർമ്മം ദുനിയാവിൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ വഅന്നാ ലഹു ദിക്റാ, അന്ന് ആലോചിച്ചിട്ട് എന്ത് കാര്യമാ ഉള്ളത്? ചാൻസ് കഴിഞ്ഞു. നരകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മനുഷ്യന് പറയുമത്രേ, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമീദിൻ ബിബനീ. അല്ലാ, ഈ നരകത്തിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം. ഞാൻ വളർത്തിയ, ഞാൻ താരാട്ടുപാട്ട് പാടിയ, ഞാൻ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ അർപ്പിച്ച എൻ്റെ പുന്നാര മക്കളെ ഞാൻ നരകത്തിലേക്ക് തരാം. ഇവിടെ നമ്മൾ സമ്മതിക്കോ? ഇല്ല. പക്ഷെ നരകത്തിന് മുമ്പിലെത്തിയപ്പോൾ പറയാ, ബിബനീ, ഞാൻ എൻ്റെ മക്കളെ തരാം, വസാഹിബതിഹി വഅഖീ, ഞാൻ ശരീരത്തിൻ്റെ ചൂരും ചോടും പങ്കുവെച്ച് ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ഒരുമിച്ച് ജീവിച്ച എല്ലാം പകുത്തു നൽകിയ എൻ്റെ സഹധർമ്മിണിയായ ഭാര്യയെ തരാ, ഭർത്താവിനെ തരാ, വഅഖീ, എൻ്റെ ഉമ്മാൻ്റെ ഉദരത്തിൽ വളർന്ന, ഒരേ മുറ്റത്ത് കളിച്ചുല്ലസിച്ച, ഒരേ ഉമ്മയുടെ മുലപ്പാല് കുടിച്ച എൻ്റെ ഈ കാക്കമാര്, അനിയന്മാര്, ഏട്ടന്മാരെ ഞാൻ നരകത്തിലേക്ക് തരാം. എനിക്ക് വിവിധ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അഭയം നൽകിയ എൻ്റെ കുടുംബക്കാരെ മുഴുവൻ ഞാൻ തരാം. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ തരാം. എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ നരകത്തുനിന്ന്? പാപ്പ വേണ്ട, എനിക്ക് ഉമ്മാനെ വേണ്ട, മക്കൾ വേണ്ട, ഈ ആളിക്കത്തുന്ന ദുനിയാവിൻ്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള നരകത്ത് നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? കല്ലാ ഇന്നഹാ ലദാ നസാതൻ ലിശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ഇല്ല, ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, അനുഭവിക്കേണ്ടി വരും. ആ നരകത്തുനിന്ന് ഞാനും നമ്മളും നമ്മുടെ കുടുംബം രക്ഷപ്പെടണം. അതിനുവേണ്ടിയുള്ള ഓരോ നീക്കങ്ങളും ബുദ്ധി കൊടുത്ത് ജാഗ്രതയോടെ നമ്മൾ ക്രമീകരിക്കണം. കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങൾ മാറ്റിയെടുക്കണം, വീട്ടിലെ അന്തരീക്ഷങ്ങൾ മാറ്റിയെടുക്കണം, നമ്മുടെ സ്വഭാവത്തിൽ സംസാരത്തിൽ വരുന്ന വിള്ളിച്ചകൾ തിരുത്തണം. നമ്മുടെ സ്നേഹത്തിനു വേണ്ടി ആളുകൾ കൊതിക്കുന്ന അല്ലെങ്കിൽ കിട്ടാക്കനിയായി മാറുന്ന അവസ്ഥ ഒരിക്കലും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ പള്ളിയും അനുബന്ധമായ പരിസരത്തും ഇസ്ലാമികമായ വൈജ്ഞാനിക ഒരുപാട് പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധയോടെ നമ്മുടെ സക്കാത്ത് ഏറ്റവും വേഗത്തിൽ കണക്ക് കൂട്ടി കൃത്യമായി, ഏതെങ്കിലും രോഗിക്ക് 100 രൂപ കൊടുത്തു, മറ്റേ സാധുവിന് 100 രൂപ കൊടുത്തു, മറ്റേ ആൾ വന്നപ്പോൾ 500 രൂപ കൊടുത്തു, അതോടെ എൻ്റെ സക്കാത്ത് കഴിഞ്ഞു എന്നൊരിക്കലും ധരിക്കരുത്. കണക്ക് നോക്കി കൃത്യശതമാനമായി സക്കാത്ത് കൊടുക്കാതെ പോയാൽ നമ്മുടെ പ്രാർത്ഥന പോലും പടച്ചോൻ സ്വീകരിക്കൂല. നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലും ഹലാലാകൂല. നമ്മുടെ വീടും നമ്മുടെ ഇതെല്ലാം ആ സക്കാത്തിൻ്റെ ഓഹരി കുടുങ്ങിപ്പോയ പണമാണെങ്കിൽ ഹറാമിലാണ് നമ്മുടെ ജീവിത മേഖല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഈ പള്ളിയിലെ പരിസരത്ത് നമ്മുടെ വളരെ അടുത്ത സഹോദരങ്ങൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ കൺകുളിർമയും സമാധാനവും നൽകണമേ. അള്ളാഹു, ഞങ്ങൾ ഈ പറഞ്ഞ കേട്ട ഞങ്ങളുടെ ഈ ഇൽമ ഞങ്ങൾക്ക് ഉപകാരമുള്ള ഇൽമാക്കി നീ മാറ്റിത്തരണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ സദുദ്ദേശ പ്രവർത്തനങ്ങൾ നീ വിജയിപ്പിക്കണമേ. രോഗികളായ പല ആളുകളും പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, നീ അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹുവരുടെ നല്ല മുറാദുകൾ ഹാസ്വിലാക്കി കൊടുക്കണമേ. അള്ളാഹുവേ, ഈ പള്ളിയും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നമുക്ക് സഹായം നൽകിയ എല്ലാ ആളുകളുടെയും
അള്ളാഹുവേ നീ അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണമേ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ നന്മകളും നാളെ പരലോകത്ത് കനപ്പെട്ട തുലാസിലെ വലിയ അമലാക്കി നീ മാറ്റിത്തരണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا تقبل منا صيامنا وقيامنا وتلاوة القرآننا يا رب العالمين. وصلى الله على نبينا محمد والحمد لله رب العالمين.